لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم سبحان ربي العظيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين لا شيء مما ترى تبقى بشاشته يبقى الإله ويؤذي المال والولدا لم تغن عن هرمز يوما خزائنه والخلد قد حاولت عاد فما خلدوا ولا سليمان إذ تجري الرياح له والإنس والجن فيما بينها ترد أين الملوك التي كانت لعزتها من كل أوب إليها وافد يفد حوض هنالك مورود بلا كذب لا بد من ورده يوما كما وردوا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലെ 62 ആയത്തുകളാണ് ഇന്നലെ വരെ നാം അല്പം വിശദീകരിച്ചത്. മൊത്തം 96 ആയത്തുകളാണുള്ളത്. ബാക്കിയുള്ള ആയത്തുകൾ അതിനോടുള്ള കടപ്പാട് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ അർത്ഥം വെച്ച് അല്പമെങ്കിലും വിശദീകരിക്കണം.
സൂറത്തുൽ വാഖിഅ വിശദീകരിച്ച് അവസാനിക്കുന്നിടത്ത് നല്ല രൂപത്തിൽ നമുക്ക് പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. ധാരാളം ആളുകൾ നമ്മുടെ ഈ സംരംഭത്തെ സഹായിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്തവരുണ്ട്. നമ്മുടെ മദ്രസക്ക് വേണ്ടി സംഭാവനകൾ അറിയിച്ച വേറെയും ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. അല്ലാഹു തആല നമ്മുടെ ഈ സദുദ്യമം ഇരുലോകത്തും ഉപകരിക്കുന്ന പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിക്കാനും പകർത്താനും ഖുർആനിന്റെ വക്താക്കൾ അള്ളാഹുവിന്റെ പ്രത്യേക ആളുകളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ ഉത്തമ വിഭാഗത്തിൽ ചേരാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി നമ്മോട് ചോദിക്കുകയാണ്. ഇന്നലെ അതിലേറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അതായിരുന്നു ആദ്യം ചോദിച്ചത്. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങളാണോ സൃഷ്ടികർമ്മം നൽകുന്നത് അതോ നമ്മളാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. നമുക്കവിടെ ഉത്തരം ഒന്നേ ഉള്ളൂ, അള്ളാഹുവാണ് സൃഷ്ടികർമ്മം നൽകുന്നവൻ, വേറെ ആരും അല്ല. രണ്ടാമതായി നാം ഒക്കെ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ നാം ഏവരും സന്തോഷത്തോടെ കാണുന്ന ഒരു വലിയ വിഷയമാണ് നമ്മുടെ കൃഷിയിടം. അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങൾ വിത്ത് പാകുന്നുണ്ട്, വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അത് കൃഷിയായി പാകപ്പെടുത്തുന്നത് നിങ്ങളാണോ നമ്മളാണോ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് ആ വിത്ത് മുളച്ച് പാകപ്പെട്ട് വിളവെടുപ്പ് നടത്തുന്നത് എങ്കിൽ എന്തുകൊണ്ട് എല്ലാം മുളക്കുന്നില്ല? എന്തുകൊണ്ട് എല്ലാറ്റിൽ നിന്നും കായ്കനികൾ ലഭിക്കുന്നില്ല? നിങ്ങളുടെ സ്വമേധയാ കഴിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ വേണമല്ലോ. കാരണം ഒരു തകരാറില്ലാതെ ഒക്കെ പരിശോധിച്ചിട്ടാണ് വിത്ത് നാം നിലത്തിറക്കുന്നത്. ഒരു കുഴപ്പമില്ല, കേടായി തോന്നുന്നതൊക്കെ നാം ഒഴിവാക്കി. ഒരു ചെറിയ ബക്കറ്റിലിട്ട് നാം കഴുകി നോക്കിയപ്പോ ഖനമില്ലാത്തതൊക്കെ മുകളിലേക്ക് വന്നു, നാം അതൊക്കെ ഒഴിവാക്കി. രണ്ടാമത് ഒന്ന് വീണ്ടും കഴുകി, നല്ല കടമ്പുള്ളത് ഉറച്ചത് മാത്രം എടുത്ത് പാകപ്പെടുത്തിയ മണ്ണിൽ നാം ശരിയാക്കി വെച്ചു. വേണ്ട എല്ലാം അതിന് നൽകി. ഒരു ദിവസം പോലും ഒരു കർഷകനറിയാം വാരാന്തമായി എന്ത് നൽകണം, മാസാന്തമായി എന്ത് നൽകണം, 6 മാസം കൂടുമ്പോ എന്ത് നൽകണം, വാർഷിക വിളവെടുപ്പാണെങ്കിൽ അതിനെന്ത് നൽകണം, ഇതറിയുന്ന കർഷകൻ എല്ലാം നൽകും. പക്ഷേ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ അതിനെ കൃഷിയാക്കി വെക്കുന്നത്, കൃഷിയാക്കി വിളവെടുപ്പ് നടത്തുന്നത്? അതല്ല, അതിനെ കൃഷിയാക്കി തരുന്നത് നമ്മളാണോ? നിങ്ങളാണ് എങ്കിൽ എന്തുകൊണ്ട് എല്ലാം മുളക്കുന്നില്ല? നിങ്ങളാണ് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത്രയും കായ്ക്കനികൾ ലഭിക്കുന്നില്ല? നിങ്ങൾ നട്ടപ്പോൾ, നിങ്ങൾ അതിന്റെ വളർച്ച വലുതായി വന്നു കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ഏകദേശം ഒക്കെ ഈ പറമ്പിൽ നട്ടുപിടിപ്പിച്ച വാഴക്കുലകളിൽ നിന്ന് ഏകദേശം ഒരു 10-400 കിൻഡലെങ്ങാനും വാഴപ്പഴം ലഭിക്കും. നിങ്ങളുടെ ഒരു മതിപ്പ് അങ്ങനെയാണ്. പലരോടും നിങ്ങൾ ചോദിക്കുകയും ചെയ്തു, ഒരു മാനസികമായ സംതൃപ്തിക്ക് വേണ്ടി. അവരും പറഞ്ഞു അങ്ങനെ കിട്ടും. പക്ഷേ വന്നു നോക്കുമ്പോൾ 400 ഇല്ല, 300 ഇല്ല. എവിടെയാണ് ഇതിന്റെ വിഷയം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും വലിയ കഴിവ് മാലോകരോട് അല്ലാഹു ബോധ്യപ്പെടുത്തി ചോദിക്കുകയാണ്. 1000 കിൻഡൽ കണക്കാക്കുന്ന രീതിയിൽ നിങ്ങൾ നെല്ലിന് വിത്ത് പാകി. 1-ാം നമ്പർ വിത്ത് ഒരു കേടുമില്ലാത്ത നല്ല സ്ഥലം നോക്കി മണ്ണ് പാകപ്പെടുത്തി, ഒരു കുറവും വരുത്തിയിട്ടില്ല. അതിങ്ങനെ ഏകദേശം ഇങ്ങനെ സൗന്ദര്യ രൂപത്തിൽ ഇങ്ങനെ പൊന്തി വന്നപ്പോൾ, അതിന് നെല്ലെല്ലാം മുളച്ച് റെഡിയായി വന്നപ്പോൾ നിങ്ങൾ അതിന്റെ ഓരോ
കാമ്പും എടുത്ത് ഓരോ കൊലയും എടുത്ത് നിങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ അതിലധികവും പതിരാണ്. നിങ്ങൾ ഉദ്ദേശിച്ച് ഏകദേശം 1000 കിൻഡൽ കണക്കാക്കി അത് കൊയ്തെടുത്ത് ചാക്കിലാക്കി നിങ്ങൾ അതിൽ നിന്ന് ആവശ്യമായതും അല്ലാത്തതും വേർതിരിച്ചപ്പോൾ 900 ഇല്ല, കുറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ കൃഷിയെ യോഗ്യമാക്കി തരുന്നത്? അല്ലാഹു തആല പറയുന്നു, അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. എനിക്ക് വേണമെന്നില്ല, ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ കൃഷി ചെയ്യുന്നത്, അതല്ല നമ്മളാണോ? നമ്മളല്ല. ചിലതൊന്നും തീരെ പൊന്തി വരാറുമില്ല, മുളക്കാറുമില്ല, കായ്ക്കനികൾ ലഭിക്കാറുമില്ല. എത്ര തെങ്ങ് വെച്ചു എല്ലാവർക്കും അറിയും, എത്ര തേങ്ങ ലഭിച്ചു. ചിലതൊക്കെ ഇങ്ങനെ ഒരു പ്രാവശ്യം തന്നു, പിന്നെ അത് മുരടിച്ചു പോയി. ചിലത് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. ചിലതിനെ നാം കുറ്റം പറഞ്ഞു, അതോടുകൂടെ നിർത്തി. അങ്ങനെയാ നാം തെങ്ങിനെ അതിന്റെ കായ്ക്കനികൾ കുറഞ്ഞപ്പോൾ അതിനെ അസുഖം പറഞ്ഞ് അതിനെ പഴിചാൻ. അങ്ങനെ കുറെ ആളുകൾ മുറിച്ചു. ആ സ്ഥാനത്ത് പലതും വെച്ചുപിടിപ്പിച്ചപ്പോൾ വെച്ചുപിടിപ്പിച്ചതിനൊക്കെ വില കുറഞ്ഞു. എന്തെല്ലാം മാറി വന്നിരുന്നു. വാനില വന്നത് ഓർമ്മയില്ലേ? അതേ രൂപത്തിൽ റബ്ബർ വന്നത് ഓർമ്മയില്ലേ? തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോഴും വില ഏതിനാ? നമ്മളെ നാട്ടിൽ നമ്മൾ ദ്വീപിലേക്കൊന്ന് പോയി നോക്കൂ. ഓരോ തെങ്ങ് കാണുമ്പോഴും നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ അത്രമാത്രമുണ്ട്. ഒരു തെങ്ങ് കയറ്റക്കാരനെ വിളിച്ചാൽ ഒരിക്കലും നഷ്ടം വരില്ല. നമ്മളിന്ന് കണക്ക് കൂട്ടിയിട്ടേ വിളിക്കൂ. നമ്മളതിനെ പഠിക്കാൻ പാടില്ലായിരുന്നു. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു തെറ്റാണ്. ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ സമ്പത്ത് നൽകിയത് ആ തെങ്ങിൻ കൃഷിയിലൂടെയായിരുന്നു. വിലയിടിവ് സ്വാഭാവികമാണ്, പലതിനും അങ്ങനെ ഉണ്ടാകും. അത് എനിക്ക് ഒരു പരിചയം എന്ന് വെച്ചാൽ എന്റെ ബാപ്പ ഒരു കർഷകനായി. പക്ഷെ ഇതല്ല, ബാപ്പക്ക് ഇഞ്ചി കൃഷിയായിരുന്നു. ബാപ്പ മരണപ്പെട്ടു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇഞ്ചി കൃഷിയായിരുന്നു, ഓരോ കൃഷിയും ചെയ്യും. ആ ഇഞ്ചി കൃഷിയിൽ ചിലപ്പോൾ ഒരു കൊല്ലം നല്ല വില ലഭിക്കും. ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ലാഭം. നേരെ പിറ്റത്തെ കൊല്ലമാകുമ്പോൾ ബാപ്പ പറയും, ഈ കൊല്ലം കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര വിലയുണ്ടാകൂല, അതിന്റെ പകുതിയും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തേ അങ്ങനെ പറഞ്ഞത്? ആദ്യത്തെ വർഷത്തിലെ വർദ്ധിച്ച വില കണ്ടപ്പോൾ എല്ലാവരും ആ പണിക്കൊരുങ്ങി. അപ്പോൾ ഒരു സ്ഥലവും ഒഴിവില്ലാതെ സുലഭമായി ഇത് ലഭിച്ചു. അപ്പോൾ അതിന് നേരത്തെ കിട്ടാക്കനിയായിരുന്നപ്പോൾ ഉള്ള വില കുറഞ്ഞുപോയി. അത് ആളുകളുടെ കുറ്റമല്ല, സാധനം വർദ്ധിച്ചപ്പോൾ കുറഞ്ഞ സാധനങ്ങളാകുമ്പോൾ അതിന് വില കൂടുകയും ചെയ്യും, ഡിമാൻഡ് വർദ്ധിക്കും. ഇത് മൊത്തത്തിൽ എല്ലാറ്റിലും ഉണ്ടാകും. കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റങ്ങളും മൊത്തം വരും. കഴിഞ്ഞ ജലപ്രളയം നടക്കുന്നതിന്റെ മുമ്പ് കാണാനൊക്കെ നല്ല സന്തോഷപുരസ്സരം നിൽക്കുന്ന തോട്ടങ്ങളിൽ 2-3 ലക്ഷങ്ങൾ കൊടുത്ത് ആ തോട്ടത്തിലെ അടക്കകൾക്ക് വേണ്ടി എത്ര ആളുകൾ അത് നേരത്തെ വിൽപ്പന കൊടുത്തു. പ്രതീക്ഷിക്കാത്ത അത്രയും മഴ വന്നപ്പോൾ വേണ്ട അത്ര വികസനം ലഭിക്കാതെ വിളവെടുപ്പ് നടത്താൻ കഴിയുന്നതിന്റെ മുമ്പ് പലതും താഴെ വീണ് കരിഞ്ഞുപോയി. 3 ലക്ഷം കൊടുത്ത ആളുകൾക്ക് ചിലർക്ക് ആകെ ലഭിച്ചത് 60,000 മാത്രം. അവരാ കൊടുത്തതിന്റെ അത്ര പോലും കിട്ടാത്ത പരുവത്തിലും. അപ്പൊ കൃഷിയുടെയും ഏതൊന്നിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യരെ നിങ്ങളുടെ കഴിവല്ല, ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ കഴിവാണ് അതിന്റെ പിന്നിൽ. നമുക്കതിൽ യാതൊരു ചോയ്സും ഇല്ല, നാം ഒരു കാരണക്കാരായി മാത്രം വർത്തിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ലൗ നശാഉ ലജഅൽനാഹു ഖുതാമൻ ഫളൽതും തഫക്കഹൂൻ. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ലജഅൽനാഹു ഖുതാമാ, ആ കൃഷിയിടത്തെ നാം ഉണക്കപ്പുല്ലാക്കി മാറ്റും.
തകർന്ന സ്ഥലമാക്കി മാറ്റും. ഹുതാമെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത, കയ്യിലെടുത്തൊന്ന് ഊതിയാൽ പാറിപ്പോകുന്ന രൂപത്തിൽ, ചിന്നി ചിതറുന്ന രൂപത്തിലുള്ള ഉണക്കപ്പുല്ലാക്കി മാറ്റും, ഉപയോഗശൂന്യമാക്കി മാറ്റുമായിരുന്നു. അങ്ങനെ വന്നാൽ ഫളൽതും തഫക്കഹൂൻ. മനുഷ്യന്മാരെ, അത് കാരണം നിങ്ങൾ കൗതുകമുള്ളവരാകും, അത്ഭുതപ്പെടുന്നവരാകും. കാരണം നിങ്ങൾ നല്ലവണ്ണം വിളവെടുക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ്റ് വന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത മഴ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നു. പാടെ അത് തകർന്നു പോകുമ്പോൾ കണ്ടു നിൽക്കുന്ന നിങ്ങൾ അത്ഭുതപ്പെടുന്നു. നിങ്ങൾക്ക് സംഭവിച്ച ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഖേദമുണ്ട്. തഫക്കഹൂൻ എന്ന വാക്കിന് അങ്ങനെയും തഫ്സീറുണ്ട്. നിങ്ങൾ ഖേദിക്കും. നാം ചെയ്ത കുറ്റത്തിന് അള്ളാഹു നൽകിയ അനന്തര ഫലമാണിതെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ലാഹു തആല പറയാൻ, നമ്മൾ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലജഅൽനാഹു ഹുതാമൻ, കൃഷിയിടത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി കളയും. അതെ, ഹുതാം എന്ന വാക്ക് ഉപയോഗിച്ചത് യാബിസൻ മുതകസ്സിറൻ മുതഫത്തതൻ, ഉണങ്ങിയത്, ഉണക്കപ്പുല്ല് ചിന്നിച്ചിതറിയ രൂപത്തിൽ, ഒരു ഉപയോഗത്തിനും പറ്റാത്ത രൂപത്തിൽ തകർന്നുപോയി. അങ്ങനെ കാണുമ്പോ ഫളൽതും തഫക്കഹൂൻ, നിങ്ങളാ കണ്ടതിനെ പറ്റി അത്ഭുതത്തോടെ, കൗതുകത്തോടെ ഈ ദുരവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കും. കാരണം നല്ല രൂപത്തിലാണ് നിങ്ങൾ കണ്ടത്, നല്ലതാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത്. പെടുന്നനെയാണ്, അതാണ് ഫളൽതും, പെടുന്നനെ നിങ്ങൾക്ക് വന്നുപെട്ട ഈ വിപത്തിന്റെ മേൽ നിങ്ങളതാ കൗതുകത്തോടെ നോക്കുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വന്ന കുറ്റകൃത്യങ്ങളെ കൊണ്ടാണെന്ന ആലോചനയിൽ നിങ്ങൾ ദുഃഖിക്കുന്നു, വല്ലാതെ വിഷമിക്കുന്നു. എത്ര ഞാൻ ഇതിൽ ചെലവഴിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ കൃഷിയിടത്തിൽ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കും. ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ കൃഷിയിടങ്ങളിൽ അല്ലാഹു നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഖലമിലൂടെ അല്ലാഹു ആ ചരിത്രം പറയുന്നുണ്ട്. ബാപ്പ, നല്ലൊരു ബാപ്പ, കർഷകനായ ഉപ്പ, അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. കൃഷിയിൽ നിന്ന് വിളവെടുക്കുമ്പോൾ ആ നാട്ടിലെ മിസ്കീന്മാര് വരും, സാധുക്കൾ വരും. അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് വീട്ടിൽ കൊണ്ടുപോകുക. വർഷാവർഷം ആളുകൾക്ക് ആ ഡേറ്റ് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഈ നാട്ടിൽ റമളാൻ 1 ഒരു അറബി വന്നിട്ട് എല്ലാവർക്കും 1000 കൊടുക്കുകയാണെങ്കിൽ ആ ഡേറ്റ് ആരെങ്കിലും മറക്കും? ഒരു അൽഫറബി വരാണ് 1000 കൊടുക്കുന്ന അറബി. ആ അറബി നാട്ടിൽ എല്ലാ റമളാനും 1 ഒരു ഡേറ്റ് മറക്കും? ആര് മറക്കും? അതൊരു കേടൊന്നുമല്ല, ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇതേ രൂപത്തിൽ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നതിന്റെ അടുത്തുണ്ടായിരുന്നു ഒരു മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എല്ലാ റമളാനിലും ഒരു 2-3 വലിയ ലോറിക്ക് അരിയും പഞ്ചസാരയും കൊണ്ടുവന്ന് റമളാനിന്റെ മുന്നോടിയായി ഫക്കീർ, മിസ്കീൻ, യതീം, ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് റമളാൻ മൊത്തം കഴിയാനുള്ളത്. അയാൾ ഒരു ബിസിനസ്മാനാണ്, പക്ഷെ അയാൾ റമളാന്റെ തൊട്ട് മുന്നായി. അപ്പൊ ആളുകൾക്ക് ആ ഡേറ്റ് മനപ്പാടാണ്. അപ്പൊ ആളുകൾ റമളാൻ വരുമ്പോഴേക്ക് ഇങ്ങനെ ഒന്ന് കിട്ടാനുണ്ടല്ലോ എന്നുള്ളത് ആൾക്കാരെ മനസ്സിലുണ്ടാവും. അവര് വരും. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തെ കാണാത്തവരുടെ പ്രാർത്ഥനയും ലഭിച്ചു. എന്തേ കാരണം? ആ കൊടുത്ത നല്ല പ്രവർത്തനത്തിന്റെ മേൽ അവർ പ്രാർത്ഥിച്ചു. സൂറത്തുൽ ഖലമിലൂടെ പറയുന്നത് ഒരു പിതാവിന്റെ ചരിത്രം, മക്കളുടെയും ചരിത്രം. ആ ബാപ്പക്ക് 3 മക്കൾ, ഇഷ്ടം പോലെ സ്വത്ത് അല്ലാഹു നൽകി. കൃഷിയിൽ നിന്ന് വിളവെടുക്കുമ്പോൾ മിസ്കിന്മാരും ഫഖീർമാരും വരും. ഒരു കൊല്ലം വന്നു. അപ്പൊ അവരോട് പറഞ്ഞു, ഇനി അടുത്ത കൊല്ലം കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തരാം. ഞാൻ ഒരു കൊല്ലം കിട്ടിയത് ഏകദേശം 3/4 ഭാഗം കൊടുത്തു, 1/4 ഭാഗം കുടുംബത്തിന് കൊണ്ടാണ്ടായിരുന്നു. പിറ്റത്തെ കൊല്ലം അല്ലാഹു അധികരിച്ച് സമ്പത്ത് കൊടുത്തു. ആളും തോനെ വന്നു. അദ്ദേഹം കുറവാക്കിയില്ല, കൊടുത്തു. ഒരു 1/4 ഭാഗം മാത്രം കുടുംബത്തിന് കൊണ്ടുപോയി. അങ്ങനെ വർഷാവർഷം ഇത് പതിവായി. അങ്ങനെ ഇരിക്കുമ്പോ ബാപ്പ മരണപ്പെട്ടു. അപ്പോഴും വീട് കൃഷിയുണ്ട്, കൃഷി അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റ് വന്നാൽ ആളുകൾ വരുമെന്ന് ഉറപ്പാണ്. ഈ 3 മക്കളും കൂടി തീരുമാനം. ബാപ്പ അന്ന് ഇങ്ങനെ കൊടുക്കാൻ കാരണം ബാപ്പക്കാകെ 3 മക്കളെ ഉണ്ടായിരുന്നു.
നമ്മളങ്ങനെ കൊടുക്കേണ്ടതില്ല. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനെ നന്ദികേട്. ബാപ്പാന്റെ ആണ്ടറുതി എല്ലാ വർഷവും 50-100 ആളുകൾ വിളിച്ചു കഴിക്കും. നമ്മളോ അമ്മ മരിച്ച ബാപ്പാന്റെ 1 കൊല്ലം 2 കൊല്ലം പിന്നെ അപ്പ പോയി. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലൊക്കെ പരിപാടിക്ക് അവിടെ ആരെങ്കിലൊക്കെ വീണ് വന്ന് ഭക്ഷണം കഴിക്കുമ്പോ പറയും ബാപ്പ മരിച്ച മാസം ഇതാണെന്ന് തോന്നുന്നു എന്ന്. അത്ര കണ്ട് നമ്മൾ നമ്മളെ പൂർവികർ എല്ലാ റബീഉൽ അവ്വലും 50-100 ആളെ കഴിച്ച് വിളിച്ച് മൗലിദ് ഓതിയിരുന്നത് നമ്മളോ അതിന്റെ ശക്തമായ ഒരു ബറക്കത്തിന്റെ കുറവ് നമ്മൾ അനുഭവിക്കുന്നു. ഇരിക്കട്ടെ 3 മക്കളും കൂടി പറഞ്ഞു ബാപ്പാക്ക് നമ്മൾ 3 മക്കളായിരുന്നു, പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും 6 പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ടതില്ല. ബാപ്പയുടെ സ്വത്താണ്, അനന്തര സ്വത്താണ്. ആ ബാപ്പ നിർവഹിക്കും പോലെ കുറച്ചെങ്കിലും കൊടുക്കാന്നല്ല തീരുമാനം. കൊടുക്കേണ്ട. അള്ളാഹു എന്ത് ചെയ്തു? അപ്പൊ അവർ ചിന്തിച്ചു എന്ത് ചെയ്യും നമ്മളിത് കൊണ്ടുപോകാൻ. ആളുകളൊക്കെ വരുന്നതിന്റെ മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ വിളവെടുപ്പ് നടത്തിയിട്ട് മുഴുവൻ സാധനങ്ങളും ഇവിടുന്ന് വീട്ടിലേക്ക് കയറ്റണം. അവര് ഒരുങ്ങി ചെന്ന് നോക്കുമ്പോൾ കൃഷിയിടം മുഴുവനും അതാ കരിഞ്ഞുണങ്ങിക്കിടക്കുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ കദാലികൽ അദാബ്. അല്ലാഹു തആലയോട് അവർ ഖേദം പറയുകയാണ്, നമ്മുടെ റബ്ബ് നമുക്കിനിയും പകരം തന്നാൽ, അടുത്ത വർഷം ഇനിയും കൃഷി തന്നാൽ നമ്മൾ ഇങ്ങനെ തീരുമാനിക്കൂല. നമ്മൾ റബ്ബിലേക്ക് താല്പര്യപ്പെട്ട് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കും. അല്ലാഹു പറയാണ് കദാലികൽ അദാബ്, ശിക്ഷ എങ്ങനെയാണ്? നിങ്ങൾ എന്തേ തീരുമാനിച്ചത്? അതാ സഹോദരങ്ങളെ, സൂറത്തുൽ വാഖിയയിലൂടെ അല്ലാഹു പറയുന്നു ലൗ നശാഉ ലജഅൽനാഹു ഹുത്വാമാ, നാം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നാം അതിനെ തകർത്ത് കളയും, തരിപ്പണമാക്കും, ഉണക്കപ്പുല്ലാക്കി മാറ്റും. ഫളൽതും തഫക്കഹൂൻ, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഈ കണ്ട ദുരവസ്ഥയുടെ മേൽ. അല്ലെങ്കിൽ നിങ്ങൾ ഖേദിച്ചു പോകും, എന്ത് ദോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്നിട്ട് നിങ്ങൾ സംസാരിക്കും ഇന്നാ ലമുഗ്റമൂൻ, നമ്മൾ കടബാധ്യതയുള്ളവരായല്ലോ, ചെലവാക്കിയത് പോലും കിട്ടിയില്ലല്ലോ, കടമായി പോയല്ലോ. വെള്ളം വാങ്ങിയത് കടമാണ്, ഇവിടെ കുറെ കൂലിപ്പണിക്കാർക്ക് കൊടുത്തതും കടമാണ്, പക്ഷേ ആ കടം വീട്ടാനുള്ളത് പോലും കിട്ടിയില്ലല്ലോ എന്ന് മാത്രമല്ല ബൽ നഹ്നു മഹ്റൂമൂൻ, നമ്മൾ പാടെ ഭാഗ്യം തടയപ്പെട്ടവരായല്ലോ, ഒരു ചെറിയ ഭാഗ്യം പോലും നമുക്കുണ്ടായില്ലല്ലോ, പറിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ലല്ലോ, വിളവെടുക്കാൻ പോലും നമുക്ക് അവസ്ഥ കിട്ടിയില്ലല്ലോ, കണ്ടിട്ട് ഒന്ന് നിൽക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ, അപ്പോഴേക്ക് ഇത് പോയല്ലോ എന്ന് നിങ്ങൾ വിലപിക്കും. അതുകൊണ്ട് ഞാൻ തരുന്ന അനുഗ്രഹങ്ങളായി കാണണം, ഞാൻ തരുന്ന വിഷയങ്ങളെ നിങ്ങൾ സന്തോഷപുരസ്സരം കാണണം. സഹോദരന്മാരെ, കൃഷിയിടങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ, കൃഷിയിടങ്ങളിൽ ബറക്കത്ത് വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ സനത്തുൻ ബിഅംതറ മിൻ ഉഖ്റാ, ഒരു വർഷവും ഇല്ല മറ്റൊരു വർഷത്തേക്കാൾ കൂടുതൽ മഴ വർഷിക്കുന്ന, പക്ഷേ ലാകിന്നിദാ അമില ഖൗമും ബിൽ മആസി, ഒരു സമൂഹം കുറ്റകൃത്യങ്ങളുമായി വ്യാപൃതരായാൽ ഹവ്വലല്ലാഹു ദാലിക ഇലാ ഗൈരിഹിം, ആ മഴയെ മറ്റു കൂട്ടരിലേക്ക് അല്ലാഹു തആല തെറ്റിച്ചു കളയും. അങ്ങനെ മൊത്തം ആളുകൾ ദോഷികളായാലോ മഴ വർഷിക്കുന്നത് ഏതെങ്കിലും കുന്നിൻ മുകളിലും സമുദ്രത്തിന്റെ നിരപ്പിലും മാത്രമായി ഒതുങ്ങും, വേണ്ട മഴ ഭൂമിയിൽ ലഭിക്കാതെ വരും. നല്ലത് ചെയ്യുമ്പോൾ കൃഷിയിടത്തിലേക്ക് മാത്രം മഴ വർഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് പ്രത്യേകമായി നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു തആല മഴ കൊടുത്തിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് അത്രയും സമ്പത്ത് ലഭിച്ചത്. ആ മഹാനുഭാവനോട് തോട്ടത്തിലെ തൊഴിലാളി വന്നിട്ട് പറഞ്ഞു, അനസ് തങ്ങളെ, ഇക്കൊല്ലം കിട്ടുന്ന കാരക്ക കുറഞ്ഞു പോകും, എന്തേ? വേണ്ട രൂപത്തിൽ വെള്ളം ഇല്ല. അനസ് റളിയല്ലാഹു അൻഹു വെള്ളം വേണോ? വെള്ളം തരാം.
ഒരു മുസല്ലയെടുത്ത് ഒരു നിസ്കാരപ്പായ എടുത്ത് മരുഭൂമിയിലേക്ക് വന്നിറങ്ങി. മരുഭൂമിയിൽ അതാ നിസ്കരിക്കുന്നു, 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം. തന്റെ ആവശ്യം നിറവേറ്റി തരാൻ അല്ലാഹുവിനോടുള്ള ഒരു നന്ദി അർപ്പണമാണ്. നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന നടത്തി. തൊഴിലാളിയോട് പറഞ്ഞു, പോയി നോക്കൂ, മഴ പെയ്യുന്നുണ്ടാകും തോട്ടത്തിൽ, വെള്ളം കെട്ടി നിർത്തിക്കോളൂ, പല ഭാഗത്തേക്കും തിരിച്ചു കൊടുത്തോളൂ. അദ്ദേഹം ഉടനെ പോയി നോക്കുമ്പോൾ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ആ തോട്ടത്തിൽ മാത്രം മഴ പെയ്യുന്നു. പരിസരങ്ങളിലുള്ള എല്ലാ തോട്ടങ്ങളും ഈ മഴ നോക്കിയിട്ട് നാണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതിയാൽ മശിയത്ത് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് കൃഷി ചെയ്യുന്ന നാമല്ല, ആ കൃഷിയുടെ യഥാർത്ഥത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. കൃഷി ചെയ്യുമ്പോൾ കാര്യമായി നല്ല ഇഖ്ലാസോടുകൂടെ ആര് കൃഷി ചെയ്യുകയാണെങ്കിലും, ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ആയത്തുകൾ ഓതിയാൽ കൃഷിക്ക് കേടുവരൂല, കണ്ണേറൊന്നും പറ്റൂല. എന്താ ഓതണ്ടി? അഫറഅയ്തും മാ തഹറുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നു الزارعون ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. അതുവരെ അങ്ങനെ തഫ്സീർ ഗ്രന്ഥങ്ങളിലുണ്ട്. ആയത്തുകളെ കൊണ്ട്, ഖുർആനിന്റെ വിഷയങ്ങളെ കൊണ്ട് എന്തെല്ലാം വേണോ എല്ലാം ഖുർആനിലുണ്ടല്ലോ. എല്ലാം ഉണ്ട് ഖുർആനിൽ. ഖുർആനില്ലാത്തൊരു വിഷയമില്ലല്ലോ. ഇത് വിശദീകരിച്ച തഫ്സീറിൽ തന്നെയുണ്ട്. ഞാനത് വായിച്ചു നീട്ടുകയല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓതിയാൽ യുസ്തഹബ്ബു ലികുല്ലി മൻ അൽഖാ ഫിൽ അർളി ബദറൻ. ഇമാം ഹലീമി തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ വിത്ത് പാകുന്നവരൊക്കെ അഊദും ബിസ്മിൻ ചൊല്ലിയ ശേഷം അഫറഅയ്തും എന്ന ആയത്ത് മുതൽ ഇലാ ഖൗലിഹി ബൽ നഹ്നു മഹ്റൂമൂൻ എന്നതുവരെ ഓതണം. എന്നിട്ട് സ്വലാത്തും ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് സ്വലാത്തും ചൊല്ലിയിട്ട് പ്രാർത്ഥന നടത്തിയാൽ അക്കൊല്ലത്തെ കൃഷിക്ക് ഒരു കേടുമില്ല. എല്ലാ ആഫാത്തും മുസീബത്തുകളിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കും. വിത്ത് പാകേണ്ടതും നല്ലവരാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, പഴയ കാലത്തെ വല്യപ്പമാര് ആരെ കൈകളെ കൊണ്ടാണ് വിത്ത് ഭൂമിയിൽ പാകിക്കുക? ചെറിയ കുട്ടികൾ, അഥവാ 2 വയസ്സ്, അതുപോലെ തന്നെ ചെറിയ പ്രായമുള്ള കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവര് ഭൂമിയിൽ തുടക്കത്തെ വിത്ത് അവരെ കൈകളെ കൊണ്ട് ഇടിപ്പിക്കും. ബിസ്മില്ലി. എന്നാൽ എന്താണ് കിട്ടുന്ന മെച്ചം എന്നറിയോ? ആ കുട്ടികളുടെ കൈകളിൽ ഒരു കറയും പുരണ്ടിട്ടില്ല. നാവിലൂടെ വന്ന ബിസ്മി ഏറ്റവും നല്ല വൃത്തിയുള്ള സ്വീകാര്യതയുള്ള വിക്റാണ്. അതും ചൊല്ലിയിട്ട് ശുദ്ധമായ കൈകളെ കൊണ്ട് ഭൂമിയിലേക്ക് അത് പാകി വെക്കുമ്പോ ഒരു കുറവില്ലാത്ത രൂപത്തിൽ അത് മുളച്ചു. അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളെ പരിഗണിക്കും, രണ്ടാലെടുത്താൽ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കൃഷിയിൽ നിന്ന് വിളവെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ പരിസരത്തുള്ള ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്ന ഒരു പതിവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ സ്വഹാബത്ത് നിലനിർത്തിയിരുന്നു. കാരക്കയൊക്കെ അങ്ങോട്ട് വിളവെടുത്തു കഴിഞ്ഞാൽ ഒരു കൊട്ട കാരക്കേറ്റ് വരും തങ്ങളെ ഹദ്റത്തിൽ. നബി ഇക്കൊല്ലം കാരക്കൊക്കെ പറിച്ചു, നല്ല ലാഭമുണ്ട്, കൊട്ട ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ സ്വഹാബത്തിനൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഓരോന്ന് അങ്ങനെ കൊടുക്കുന്നു. അത് ഒരു സ്വതക്ക, ആദ്യത്തിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നൊരു സ്വതക്ക, അതിന് വലിയ മഹത്വമുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള നല്ലൊരു വരവാണ്. പഴയ കാലത്ത് ഒരു മത്തൻ നട്ടുപിടിപ്പിച്ചാലും ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു 4-5 മത്തൻ ഉണ്ടാകുകയാണെങ്കിൽ ഒരു മത്തൻ നമ്മുടെ വീട്ടിലേക്ക് ബാക്കി അയൽക്കാരിലേക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു പതിവ് സമ്പ്രദായം നമ്മുടെ നാട്ടിലെ വല്യമ്മമാർക്കുണ്ടായിരുന്നു. അപ്പുറത്തേക്കൊന്ന്, ഇനി ഒന്ന് കൊടുക്കാനില്ലെങ്കിൽ ഒരു മുറി അപ്പുറത്തേക്ക്, ഒരു മുറി ഇപ്പുറത്തേക്ക്, അങ്ങനെ അവർ ഭാഗം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഭക്ഷിക്കുന്ന ആൾക്കാരും പരിസരത്തുള്ള ആരുടെയും നല്ല അഭിപ്രായം, നല്ല ദുആ അല്ലാതെ കൃഷിക്ക് വരില്ല. ഒരു ചൊറിഞ്ഞ രീതിയിലുള്ള വാക്കോ കണ്ണോ വരില്ല. അതിനും കൂടി അതൊരു ശമനമാണ്. അവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ആദ്യം തന്നെ കിട്ടിയത് നമുക്കൊക്കെ തന്നല്ലോ, അള്ളാഹു ബർക്കത്തേറ്റി എല്ലാരും പറയാം. അപ്പൊ പിന്നെ ഓരോ വർഷവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് വർദ്ധിച്ചു വരികയാണ്.
അതൊരു കൃഷിയെ പറ്റി പറഞ്ഞു, വൃത്തിയില്ല. അല്ലാഹു തആല വീണ്ടും ചോദിക്കുന്നത് അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അഅൻതും അൻസൽതുമൂഹു, നിങ്ങളാണോ ആ വെള്ളം ഇറക്കുന്നത്? മിനൽ മുസ്നി, മേഘത്തിൽ നിന്ന്. അം നഹ്നുൽ മുൻസിലൂൻ, അല്ല നമ്മളാണോ അത് ഇറക്കുന്നത്? ആരാ? നിങ്ങൾ പറഞ്ഞു തരൂ. നിങ്ങളാണ് വെള്ളത്തിന്റെ ആളുകളെങ്കിൽ നിങ്ങൾ കുടിക്കുന്നിടത്ത് മൊത്തം വെള്ളം കാണണ്ടേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളം കറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കണ്ടേ? അതില്ലല്ലോ. എത്ര ആളുകൾ 15 കൊല്ലം ഉപയോഗിച്ചു, കിണർ വറ്റിപ്പോയി, അടുത്തൊന്ന് കുഴിച്ചു. എത്ര ആളുകൾ വല്യപ്പാന്റെ കാലം മുതൽക്ക് ഉപയോഗിച്ചു വരുന്ന കിണറായിരുന്നു, ഇന്നും കുറവില്ല. ചില ആളുകൾ നല്ല വെള്ളമുണ്ട്, തൊട്ടടുത്ത് അപ്പുറത്ത് വേറൊരാൾ കുഴിച്ചപ്പോ അവിടെ വെള്ളമില്ല. നിങ്ങളാണോ മേഘത്തിൽ നിന്ന് വെള്ളം തായോട്ടിറക്കുന്നത്? അതല്ല, നമ്മളാണോ? ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് നാം തരുന്നുണ്ട്. ലൗ നശാഉ ജഅൽനാഹു ഉജാജാ, നമ്മൾ ഉദ്ദേശിച്ചാൽ ആ തരുന്ന വെള്ളം ജഅൽനാഹു ഉജാജാ, നാം അതിനെ ഉപ്പാക്കി മാറ്റും. അതും കടും ഉപ്പ്, തൊള്ളയിലേക്ക് വെക്കാൻ പറ്റാത്ത ഉപ്പിനാണ് ഉജാജൻ എന്ന് പറയുന്നത്. മിൽഹൻ ദുആഖൻ ലാ യുംകിനു ശുർബുഹു, കുടിക്കാൻ കഴിയില്ല. ഒന്ന് നാവിൽ വെച്ച് നോക്കിയാൽ ഉപ്പ് കൂടുതലായതുകൊണ്ട് തുപ്പിക്കളയും. ആ രൂപത്തിൽ കടുത്ത ഉപ്പുള്ള ജലമാക്കി തന്നേക്കും. ഇതിനൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഫലൗലാ തഷ്കുറൂൻ, എന്തേ നിങ്ങൾ വേണ്ട വിധം നന്ദി ചെയ്യാത്തത്? മക്കളെ തന്നില്ലേ, നിങ്ങൾക്ക് നന്ദി ചെയ്യണ്ടേ? കൃഷി തന്നില്ലേ, നന്ദി ചെയ്യണ്ടേ? വെള്ളം തന്നില്ലേ, നന്ദി ചെയ്യണ്ടേ? വെള്ളം ഉപയോഗിക്കുന്നവർ ഏറ്റവും നന്ദിയുടെ വാചകങ്ങൾ പറയണം. അല്ലാഹുവിനെ മറക്കരുത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സന്തോഷപൂർവം അല്ലാഹുവിന് ശുക്രിന്റെ വാക്ക് പറയണം. അൽഹംദുലില്ലാഹ് മറക്കരുത്. ഒരിക്കലും വെള്ളം കുടിക്കുമ്പോൾ ഹംദ് പറയാൻ മറക്കാത്ത, വസ്ത്രം ധരിച്ചിട്ട് ഹംദ് പറയാൻ മറക്കാത്ത, ഭക്ഷണം കഴിച്ചിട്ട് ഹംദ് പറയാൻ മറക്കാത്ത വലിയ നേതാവാണ് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ആ നന്ദി ബോധം കൊണ്ട് അല്ലാഹു നൂഹ് നബിക്ക് നൽകിയ പേര് കണ്ടില്ലേ? ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അലൈഹിസ്സലാം വളരെ കൂടുതൽ നന്ദിയുള്ള അടിമയാണ്. എന്താണ് ഇങ്ങനെ അല്ലാഹു തആല നന്ദി ബോധമുള്ള അടിമ എന്ന് പറയാൻ കാരണം? ജീവിതത്തിൽ എപ്പോൾ വസ്ത്രം ധരിച്ചാലും ഹംദ് ചൊല്ലിയിട്ടുണ്ട്, വെള്ളം കുടിച്ചാലും ഹംദ് ചൊല്ലിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചാലും ഹംദ് ചൊല്ലിയിട്ടുണ്ട്. ഏറ്റവും മികച്ചൊരു നന്ദി ബോധമാണ്. അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് ഫലൗലാ തഷ്കുറൂൻ, എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? നിങ്ങൾക്ക് നാം ഇതൊക്കെ തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് നന്ദി വേണ്ടയോ? റബ്ബ് തആലക്ക് ഏറ്റവും വലിയ നന്ദി അല്ലാഹുവിനെ അംഗീകരിക്കലാണ്. പിന്നെയോ അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നാം സ്തുതി പാടലാണ്. റബ്ബിന് ഏറ്റവും വലിയ നന്ദി അല്ലാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ച് അല്ലാഹു തആലയുടെ കഴിവ് അംഗീകരിക്കലാണ്. അതോടൊപ്പം തന്നെ റബ്ബ് തആല തരുന്നതിൽ അല്ലാഹു തരുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അല്ലാഹു തആല കൃഷി തരുമ്പോ ആ തരുന്ന കൃഷി മറ്റു പല കാരണങ്ങളിലേക്ക് നീക്കാൻ പോലും പറ്റൂല. അതെങ്ങനെ എങ്ങനെ നീക്കാൻ പറ്റൂല? നല്ലോണം വളവും വെള്ളം കൊടുത്തപ്പോഴാണ് കൃഷി ഇങ്ങനെ ഉഷാറായി വന്നത്. അതുകൊണ്ടാണ് ഇത്ര തോനെ കിട്ടിയത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പറ്റ പോയിട്ടില്ല. മഴ കിട്ടിയത് അത് ഒരു പ്രത്യേകമായ കാലാവസ്ഥയെ കുറിച്ചും നക്ഷത്രത്തെ കുറിച്ചും കാരണമാക്കി പറഞ്ഞാൽ
അത് പറ്റില്ല. ഏറ്റവും വലിയ നന്ദിയുള്ള ആള് മഴ കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടുമാണ് മഴ ലഭിച്ചത്. എന്ന് പറയുന്നത് നന്ദികേടുള്ള വാചകമാണ്. ഇന്നാലിന്ന നക്ഷത്രത്തിന്റെ ഉദയം കൊണ്ടാണ് മഴ ലഭിച്ചത്. അപ്പൊ ആ മഴയെ മറ്റൊന്നിലേക്ക് ചേർത്തി. തുല്യതയില്ലാത്ത ഈ അനുഗ്രഹത്തെ ചേർത്തേണ്ടത് അള്ളാഹുവിലേക്കാണ്. അപ്പോ വാക്കിൽ പോലും അങ്ങനെ മറ്റൊന്നിലേക്ക് ചേർത്തി പറയരുത്. പിന്നെ അള്ളാഹു ചോദിക്കുന്ന ഒന്നുണ്ട്, നിങ്ങൾ കത്തിക്കുന്ന തീയിനെ പറ്റി നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. നിങ്ങൾ കത്തിക്കുന്ന തീയിൽ ആ വിറകിൽ കത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അതിൽ വെച്ചത് നിങ്ങളാണോ അതല്ല നമ്മളാണോ? നിങ്ങളാണെങ്കിൽ നിങ്ങൾ പല കൊള്ളിയും മരവും കത്താനിട്ട് വലിച്ചെറിയാറില്ലേ? പുകയുന്ന കൊള്ളിയുന്നതിനെ പറ്റി പറയാറില്ലേ? അത് കത്തൂല എന്ന് പറയും. തീ പിടിക്കുകയും തീ കത്തുകയും അങ്ങനെ തീ കൊണ്ട് ഉപകാരം നൽകുകയും ചെയ്യുന്ന തീന്റെ മരം, ആ മരത്തെ നിങ്ങളാണോ സംവിധാനിച്ചത് അതല്ല നമ്മളാണോ? അല്ലാഹു തആല ഉത്തരം പറഞ്ഞു തരുന്നു, നഹ്നു ജഅൽനാഹാ. ഇതിനു മാത്രം അല്ലാഹു ഉത്തരം പറയുന്നത് ഇതിൽ വലിയൊരു വിഷയം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാണ്. നേരത്തെയുള്ളത് ചോദിച്ചു, ഉത്തരം നമുക്കറിയാം. പക്ഷേ ഇതിന്റെ ഉത്തരവും അറിയാം. ഇതൊന്ന് സ്പെഷ്യലായി പറയുന്നത് ഇവിടെ ഒരു പ്രത്യേക വിഷയം ചിന്തിക്കാനുണ്ട്. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വീൻ. തീയിനെ നാം സംവിധാനിച്ചത് എന്തിനാണ് നിങ്ങൾ കരുതിയത്? നഹ്നു ജഅൽനാഹാ, തീയിനെ നാം സംവിധാനിച്ചത് തദ്കിറാ, ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്, അനുസ്മരിക്കാൻ വേണ്ടിയാണ്. എന്താ അനുസ്മരണം എന്നറിയോ? ഇവിടെയുള്ള തീയിൽ നിന്ന് വലിയ തീയിനെ കുറിച്ച് ഓർമ്മ വേണം. ഈ കത്തുന്ന തീയിൽ നിന്ന് പാരത്രിക ലോകത്ത് കത്തിക്കുന്ന നരകത്തെ കുറിച്ച് ഓർമ്മ വേണം. അവിടെ കത്താനുള്ള തീയിന് ചെറിയ ഒരു സാമ്പിൾ ആണല്ലോ ഇവിടെ തന്നത്. അതേ തീ കൊണ്ടുള്ള മറ്റൊരു ഉപകാരം, യാത്ര വരുന്ന ആളുകൾക്ക് സുഖസൗകര്യത്തിനുമാണ് തീ. ടെന്റുകളിൽ മരുഭൂമിയിലും മറ്റൊക്കെ കൂടുന്ന ആളുകൾ പരിസരത്ത് തീ കണ്ടാൽ അവർക്കൊരു സുഖമാണ്, തണുപ്പിൽ നിന്ന് രക്ഷയാണ്. അതേ രൂപത്തിൽ അവരുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ വേവിക്കാനൊരു സുഖമാണ്. തീയുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് പരിസരത്തുകൂടെ പോകുന്നവർക്ക് അറിയാനും അതൊരു സുഖമാണ്. അഥവാ വരുന്ന ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കാനും നല്ലതാണ്. ഇതിനൊക്കെ സൗകര്യമാണ്. പക്ഷേ അത് ഭൗതിക ലോകത്തുള്ള സൗകര്യമാണ്. അള്ളാഹു മുന്തി പറഞ്ഞത്, മുന്തിച്ചു പറഞ്ഞത് ആഖിറത്തെ കുറിച്ചുള്ള വിഷയമാണ്. ഇതുകൊണ്ടാണ് ആ ആയത്തിനെ പറ്റി റാസി മാമുദങ്ങൾ പറഞ്ഞു, അള്ളാഹു ആദ്യം തദ്കിറത്ത് പറയാനുള്ള കാരണം ലിയുഅലമ അന്നൽ ഫായിദത്തുൽ ഉഖ്റവിയ്യ അതമ്മു വബിദ്ദിക്രി അഹമ്മു. പാരത്രിക ലോകത്തുള്ള വിഷയമാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്, അതാണ് കൂടുതൽ ചിന്തിക്കേണ്ടത്. അതിനാണ് ആദ്യം അത് പറഞ്ഞത്. നഹ്നു ജഅൽനാഹാ തദ്കിറാ. തീ കാണുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരുക്കിയ അന്നാറുൽ മുഖദാ, കത്തിക്കപ്പെട്ട് റെഡിയാക്കി വെച്ചൊരു തീയില്ലേ, 3000 കൊല്ലം അത് കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ കളറ് കറുത്ത കളറാണ്. ഇവിടെ കറുത്ത കനൽ കട്ട കണ്ടാൽ തീ കെട്ടു എന്നല്ലേ തീരുമാനിക്കാറുള്ളത്. നരകത്തിലെ തീ കണലുകളുടെ കളർ എന്താണെന്നറിയോ? 3000 കൊല്ലം കത്തിച്ചപ്പോൾ ഫഹിയ സൗദാഉ മുസ്ലിമാ,
ഇരുൾ മുറ്റിയ കറുപ്പായി മാറിയിട്ടുണ്ട്. കണ്ടാൽ തോന്നും ഒരു പക്ഷേ ഒന്നുമില്ലെന്ന്, പക്ഷേ അതിന്റെ ചൂട് വലുതാണ്. 3000 കൊല്ലം കത്തിച്ച ഒരു തീക്ക് എത്രമാത്രം ചൂടുണ്ടാകും? ആ വലിയ ചൂട്, വലിയ തീ ഓർക്കാനാണ് ഇവിടെ അല്ലാഹു തആല തീനെ സംവിധാനിച്ചത്. മാത്രം അല്ല, പുനർജീവിതത്തെ കുറിച്ചൊരു ഓർമ്മ നൽകുന്നുണ്ട്. അതും റാസി ഇമാം തങ്ങൾ പറഞ്ഞു, പുനർജീവിതം ശരിയാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ? പച്ചമരത്തിൽ തീയിനെ സൂക്ഷിക്കാൻ കഴിവുള്ളവൻ ശരിക്കും ശ്രദ്ധിക്കണം. പച്ചമരവും കത്താറുണ്ട്. പച്ചമരത്തിന്റെ ഉള്ളിൽ തീയിനെ സ്വീകരിക്കാനുള്ള സർവ്വ സംവിധാനങ്ങളും സൂക്ഷിച്ച് വച്ച അല്ലാഹു അതേ മണ്ണിനോട് ചേർന്നുപോയ ശരീരം, ആ ശരീരത്തിലേക്ക്, ആ ബോഡിയിലേക്ക് ചൂടും തണുപ്പും ആ ശരീരത്തിന് വേണ്ടതെല്ലാം നൽകിയിട്ട് അതിനെ ഒന്ന് പുനർജീവിപ്പിക്കാൻ റബ്ബിനൊരു കഴിവ് കുറവുമില്ല. മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല ചൂടല്ലേ ഇട്ട് കൊടുക്കേണ്ടത്? മണ്ണിന്റെ ഉള്ളിലേക്ക് പോയിട്ട് തണുത്തിട്ട് പല ഭാഗത്തേക്കും അത് ചേർന്നിട്ടുണ്ടെങ്കിൽ പച്ചമരത്തിൽ തീ കത്തിക്കുന്നവനാണല്ലോ അല്ലാഹു തആല. അല്ലദീ ജഅല ലക്കും മിനശ്ശജറിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തുഖിദൂൻ. സൂറത്ത് യാസീൻ. അതുകൊണ്ട് പച്ചമരം പ്രത്യേകം പറഞ്ഞു. പച്ചമരത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല തീനെ സന്നിവേശിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരം മണ്ണിന്റെ ഉള്ളിലേക്ക് ചേർന്നു പോയെങ്കിൽ ആ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചൂട് കൊടുത്ത് വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടി അതൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ അല്ലാഹു തആലക്ക് ഒരു കഴിവ് കുറവും ഇല്ല. ഇതും ഓർമ്മപ്പെടുത്താനാണ് അല്ലാഹു തആല തീനെ സംവിധാനിച്ചത്. നഹ്നു ജഅൽനാഹാ തദ്കിറ. രണ്ട് അഭിപ്രായങ്ങളും ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. തീനെ കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും നന്നായി ചിന്തിക്കണം. നരകത്തിന്റെ തീയിന്റെ ഒരു കടുപ്പം എത്ര വലുതാണ്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. പരത്തി പറയുകയല്ല, നരകം പടക്കപ്പെട്ട അന്ന് മുതൽ ഒരിക്കൽ പോലും ചിരിക്കാത്ത മലക്കാണ് സയ്യിദുനാ മികാഈൽ അലൈഹിസ്സലാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലീ ലം അറ മികാഈല ളാഹികൻ ഖത്തു. എന്റെ ജിബ്രീലേ, മികാഈലിനെ ഒരിക്കൽ പോലും ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, മാ ളഹിക മികാഈലു മുൻദു ഖുലിഖത്തിൻ നാർ. നരകം പടക്കപ്പെട്ട അന്ന് മുതൽ മികാഈൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. നരകത്തിന്റെ തീയിന്റെ ഭയാനകതയും ഗൗരവവും എത്രയുണ്ട്. മികാഈൽ അലൈഹിസ്സലാം ഇസ്മത്തുള്ള മലക്കല്ലേ, അല്ലാഹു തആല മാസൂമികളായി നൽകിയവരല്ലേ, മലക്കുകൾ അല്ലാഹു വലിയ സുരക്ഷിതത്വം നൽകിയവരല്ലേ. എന്നിട്ട് പോലും അവരെ ഖൗഫ് എത്രമാത്രം ഉണ്ട്. അതുകൊണ്ട് ആ നരകത്തെ ഓർക്കാനാണ് എന്നും തീ കാണുമ്പോ, അതേത് സൗകര്യമുള്ള തീയാണെങ്കിലും കാണുമ്പോൾ സഹോദരിമാരെ എന്നും ഓർക്കേണ്ടത്, അടുക്കളയിൽ ഇങ്ങനെ കത്തുന്ന തീ കാണുമ്പോ നഹ്നു ജഅൽനാഹാ തദ്കിറ വമതാഅൻ ലിൽ മുഖ്വീൻ. ഈ തീയിനെ നാം ഒരുക്കിയത് ഓർമ്മപ്പെടുത്താനാണ്. സൂറത്തുൽ വാഖിയയിലെ 73-ാമത്തെ ആയത്ത്, ആ ആയത്ത് നന്നായി ഒന്ന് ചിന്തിക്കുക. റബ്ബ് തആല ഒരുക്കിയത് ഇതിനാണല്ലോ. അപ്പൊ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കരുത്, നന്ദി കെട്ട ജനതയാകരുത്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ എണ്ണിയിട്ട് അവസാനം ഫലൗലാ തഷ്കുറൂൻ, എന്താ നിങ്ങൾ നന്ദി ചെയ്യാത്തത് അല്ലാഹുവിന്റെ ഒരു ചോദ്യം. പിന്നെ അല്ലാഹു ഒരു പ്രത്യേകം മറുപടിയും ചോദ്യവും നൽകിയത് തീയിനെ കുറിച്ചാണ്. അതിൽ പരലോകത്തേക്കും പുനർജീവിതത്തിലേക്കും ഒരു പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഇതെല്ലാം തന്ന റബ്ബിനെ, മഹാനായ റബ്ബിനെ, ഔന്നത്യമുള്ള നിന്റെ രക്ഷിതാവായ അല്ലാഹുവിനെ നീ വാഴ്ത്തണം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. എല്ലാവരും ചൊല്ലി സുബ്ഹാന റബ്ബിയൽ അദീം. സൂറത്തുൽ വാഖിയ ഓതുമ്പോൾ ആ 74-ാമത്തെ ആയത്ത് എത്തിയിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ചൊല്ലണം, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്.
ആ ആയത്തിറങ്ങിയപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഈ ദിക്ർ നിങ്ങൾ റുക്കൂയിലുള്ള ദിക്റാക്കി വെക്കുക. അങ്ങനെയാണ് റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി. അതേ രൂപത്തിൽ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅല എന്നതിനെ കുറിച്ച് പറഞ്ഞോട് തങ്ങൾ പറഞ്ഞു ജഅലൂഹാ ഫീ സുജൂദിക്കും, അത് നിങ്ങൾ സുജൂദിലാക്കി വെക്കണം. സുജൂദിലെ ദിക്ർ എങ്ങനെയാണല്ലോ സുബ്ഹാന റബ്ബിയൽ അഅല ബിഹംദിഹി. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം. ഞാൻ കുറച്ച് പറയുകയാണ്, വിഷയങ്ങൾ 3-4 തീർക്കാനുണ്ട്. ഒന്ന് ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം, അല്ലാഹു സത്യം ചെയ്തൊരു വിഷയം ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ വാഖിയയിലൂടെ. ഇതുവരെ ഒന്നും പറഞ്ഞു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല, ഇത് ഒരു പ്രത്യേക വിഷയമാണ്. ഫലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, ബിമവാഖിൻ നുജൂം. ഫലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൂല എന്നല്ലേ ചോദിക്കും ചില ആൾക്കാർ. അല്ല, അത് ഖുർആനിന്റെ ഒരു സാഹിത്യ ഭംഗിയാണ്. നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ വിട്, ഇനിയൊരു പ്രത്യേക വിഷയം സത്യം ചെയ്ത് തറപ്പിച്ച് പറയട്ടെ. അതിനാണ് ഒരു ഫല. അറബികൾ പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ലാ വല്ലാഹി എന്ന് പറയും. ലാ വല്ലാഹി എന്ന് പറഞ്ഞാൽ ഇലാന്നല്ല. ലാ വല്ലാഹി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് തീർച്ചപ്പെടുത്തി പറയാനുള്ള ഒരു ലായാണ്. സംസാരത്തിൽ അവർ ലാ വല്ലാഹി എന്ന് പറയും. ഇതേ രൂപത്തിലുള്ള ഒരു സത്യവാചകം ഖുർആനിൽ ഒരുപാട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ലാ ഉഖ്സിമു സത്യം ചെയ്യുന്നില്ല എന്നല്ല, ഒരു വിഷയം നിഷേധിച്ചുകൊണ്ട് ഒരു വിഷയം ഉറപ്പിച്ച് പറയാം, സത്യം ചെയ്തു പറയുന്നു. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ ഖുറേ കാണാം. ഫലാ ഉഖ്സിമു ബിമവാഖിൻ നുജൂം, നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥലങ്ങൾ. ഒരു തഫ്സീറാണ്, നക്ഷത്രങ്ങൾ താരകങ്ങൾ അസ്തമിക്കുന്ന സ്ഥലം. ആ സ്ഥലം സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്ന ഒരു വിഷയം ചെറിയ വിഷയമല്ല, വലിയൊരു വിഷയമാണ്. എന്തിനാണ് നുജൂമിന്റെ മവാഖിൻ, നുജൂമി വീഴുന്ന സ്ഥലം, നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലം സത്യം ചെയ്തു പറയാനുള്ള കാരണം മനുഷ്യന്മാർക്കെല്ലാവർക്കും തിരിയുന്നതാണല്ലോ ഇത്. നക്ഷത്രം ഉണ്ട് ഇല്ലെന്നാരെങ്കിലും പറയോ? ഇല്ല. അതിന് ഉദയം ഉണ്ട്, അതിന് അസ്തമയവും ഉണ്ട്. അതേ അസ്തമയത്തിൽ ഒരു പ്രത്യേക മാറ്റം കാണുന്നില്ലേ? ഉദിച്ചു അസ്തമിച്ചു. അപ്പൊ എന്ത് മനസ്സിലാകുന്നുണ്ട്? ഈ ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും പിന്നിൽ ഒരു മുഅസ്സിർ ഉണ്ട്, ഒരു ചാലക ശക്തിയുണ്ട്. ആ ചാലക ശക്തി ആരാണെന്ന് ചിന്തിക്കാൻ മനുഷ്യൻ അല്ലാഹു ബുദ്ധി നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സത്യം ചെയ്ത മറ്റൊരു സത്യമാണ് വൽ അസുർ, കാലം. കാലത്തിന് എന്തൊരു മാറ്റം! ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന കാലത്തെ പറ്റി മനുഷ്യൻ ചിന്തിക്കണം. ചിന്തിച്ചിട്ട് ആ ചിന്തയിൽ അവസാനം അവൻ എത്തേണ്ടത് കാലത്തെ സംവിധാനിച്ചവൻ അല്ലാഹുവാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇതേ രൂപത്തിൽ തന്നെ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥലത്തെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ റഹ്മാനായ റബ്ബിലേക്ക് അവന്റെ ചിന്തയെത്തും. അല്ലെങ്കിൽ ആ സമയമുണ്ടല്ലോ, അസ്തമയ സമയം ഏറ്റവും നല്ല സമയമാണ്. وقت قيام المتهجدين والمتبخلين إليه تعالى. അല്ലാഹുവിലേക്ക് കേണപേക്ഷിക്കുന്ന അത്തായത്തിന്റെ നേരം, തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ സമയം, 24 മണിക്കൂറിൽ ഏറ്റവും നല്ല സമയം അതല്ലേ? രാത്രിയും പകലും നോക്കിയാൽ ഏറ്റവും അഫ്ളൽ രാത്രിക്കാണ്, പകലിനല്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. ആ രാത്രിയിൽ ഏറ്റവും 1-ാം നമ്പർ സമയം ഏതാണ്? വഖ്തു സഹർ, അത്തായ സമയമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ആ അത്തായ സമയത്ത് തന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവി കൊണ്ടത്. ആ സമയത്തിന് ഏറ്റവും വലിയ ബറക്കത്തുണ്ട്. ദുആഇന് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. ദിക്റിന് ഏറ്റവും ഫളീലത്തുള്ള സമയമാണ്. ഞാൻ അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു നീട്ടുന്നില്ല. അല്ലാഹു തആല ഒരുപാട് മഹാരഥന്മാരെ രക്ഷപ്പെടുത്തിയ നേരവും അത്തായ സമയത്താണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം കൂട്ടരെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് നജ്ജൈനാഹും ബിസഹർ, അവരെ നാം രക്ഷപ്പെടുത്തി ബിസഹർ, അത്തായ സമയത്ത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം, ലൂത്ത് നബിയോട് മലക്കുകൾ പറഞ്ഞില്ലേ, നിങ്ങൾ പോകണം. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ സുബ്ഹു ബിഖരീബ്, അത്തായ നേരത്ത് നിങ്ങൾ വീട് വിട്ടു പോകണം. സുബ്ഹിയാകുമ്പോഴേക്ക് നമ്മൾ ഇവരെ നശിപ്പിക്കും. സുബ്ഹി അടുത്തായിട്ടുണ്ടല്ലോ, അതിന്റെ മുമ്പ് പോയിക്കോളൂ. ആ
സമയത്ത് വലിയ ബർക്കത്തുള്ള സമയമാണ്, അത്താഴത്തിന്റെ സമയം. അപ്പൊ ആ സമയത്ത് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റഹ്മത്തും റിദ്വാനും ഇറങ്ങുന്ന സമയം. അല്ലെങ്കിലോ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഈ മവാഖീൻ നുജൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുജൂമുൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിച്ച കാലത്തെ കുറിച്ചാണിത് പറയുന്നത്. ഖുർആൻ ഒരുപാട് കാലങ്ങളിലായിട്ടാണല്ലോ അവതരിച്ചത്. ഖുർആൻ 23 വർഷങ്ങളിലായിട്ടാണല്ലോ അവതരിച്ചത്. ഖുർആൻ അവതരിച്ച കാലമാണല്ലോ കാലങ്ങളിൽ ഏറ്റവും നല്ല കാലം. ഖുർആൻ അവതരിച്ചത് 23 വർഷം എടുത്തിട്ടല്ലേ. ആ ഖുർആൻ അവതരിച്ച കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്നറിയോ? റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. കാരണം ഖുർആൻ നുജൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുജൂമുൽ ഖുർആൻ, ഖുർആനിന്റെ ഗഡുക്കൽ ഘട്ടങ്ങളായിട്ടാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. അത് സത്യം ചെയ്തുകൊണ്ടാ പറയുന്നത്. മറ്റൊരു അഭിപ്രായം കൂടി അതുകൂടി പറയട്ടെ, മഹാരഥന്മാർ അന്തിയുറങ്ങുന്ന സ്ഥലം, അതിനും മവാഖിഉൻ നുജൂം, താരങ്ങൾ വീണ് കിടക്കുന്ന സ്ഥലം, അവിടെ വലിയ റഹ്മത്തും ബറക്കത്തും ഉണ്ടല്ലോ. അതേ സ്വഹാബിമാരും ഉലമാക്കളും അതുപോലെ തന്നെ ഔലിയാക്കളും അന്തിയുറങ്ങുന്ന സ്ഥലം, ആ സ്ഥലത്തെ കുറിച്ചാണ് മവാഖിഉൻ നുജൂം. സത്യം ചില്ലറ സത്യമല്ല. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. രണ്ടാമതും ആ സത്യത്തിന്റെ വലുപ്പം അല്ലാഹു പറയുകയാണ്, ഈ സത്യം ഒരു ചെറിയ സത്യമല്ല, മഹാസത്യമാണ്. നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇത് ഏറ്റവും വലിയ വലുപ്പമുള്ളതാണ്, അനിർവചനീയമാണ്. എന്താണ് അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുന്നത്? സത്യത്തിന്റെ പ്രമേയം എന്താണ്? ഇന്നഹു ലഖുർആനുൻ കരീം. ഇത്രയും ഓതി തന്നതില്ലേ, അത് സാങ്കല്പിക കഥകളല്ല കേട്ടോ. ആരെങ്കിലും എവിടുന്നെങ്കിലും വിഷയങ്ങൾ ഒപ്പിച്ചെടുത്തതല്ല. ലഖുർആനുൻ കരീം, ഏറ്റവും വലിയ മഹത്വമുള്ള ഖുർആനാണ്. ഏറ്റവും കൂടുതൽ മഹത്വമുള്ള, ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്ന, ഏറ്റവും മഹത്വമുള്ളവരിലൂടെ കൈമാറി വന്ന ഖുർആൻ. ഇതൊക്കെ കരീം എന്ന വാക്കിന്റെ വിവക്ഷയാണ്. കൂടുതൽ ഉപകരിക്കുന്ന ഗ്രന്ഥം കരീം, ഏറ്റവും വലിയ മഹത്വം സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന ഗ്രന്ഥം ഖുർആൻ. സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചാൽ സ്വീകരിക്കുന്നവർ മഹാന്മാരാകും, മഹത്തുക്കളാകും, അവർ നന്നാകും, ഇഹത്തിലും പരത്തിലും നന്നാകും. ഇന്നഹു ലഖുർആനുൻ കരീം. ഖുർആനിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ട്. എന്താണോ ഖുർആനിൽ നിന്ന് ഒരാൾ തേടുന്നത് അയാൾക്ക് അത് ലഭിക്കും. അതേ ഖുർആൻ എല്ലാവർക്കും മഹത്വം നൽകുന്ന ഖുർആനാണ്. ഫൽ ഫഖീഹു യസ്തദില്ലു ബിഹി വയഖുദു മിൻ. കർമ്മശാസ്ത്ര പണ്ഡിതൻ ഖുർആനിൽ നിന്ന് തെളിവന്വേഷിച്ച് കണ്ടെത്തുന്നു. വൽ ഹകീമു, തത്വജ്ഞാനിയോ, അവൻ ഖുർആനിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് തെളിവ് കണ്ടെത്തുന്നു. വൽ അദീബു, സാഹിത്യകാരനോ, ഖുർആനിൽ നിന്ന് ഭാഷയെടുത്തിട്ട് ഭാഷക്ക് നൈപുണ്യം ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ പറ്റിയല്ലേ അല്ലാഹു പറഞ്ഞത് ഇന്നഹു ലഖുർആനുൻ കരീം. ആരാണോ ഓതുന്നത്, ആരാണോ ഖുർആനിൽ നിന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് അല്ലാഹു അവനെ ഉയർത്തും. ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓതിയിട്ട് നീ അല്ലാഹുവിലേക്ക് അടുക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്, എന്നാൽ അത് ലഭിക്കും. അതല്ല ഖുർആനിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നത് എളുപ്പം നിനക്ക് ഖുർആൻ പഠിക്കണമെന്നാണോ, ഖുർആൻ എളുപ്പമാക്കി തരും. അതല്ല ഖുർആൻ കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് ഭൗതിക രംഗത്തുള്ള നേട്ടമാണോ, അതും തരും. എല്ലാത്തിനും ഖുർആൻ റെഡിയാണ്. നബി തങ്ങളോട് വന്നിട്ട് നബിയെ കടം വീടുന്നില്ല എന്ന് പറഞ്ഞു സ്വഹാബി. കടം വീടുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കടം വീടണം. ഖുർആൻ ഓതിയാൽ എന്ന് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ വെച്ച് സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതു. നിങ്ങളെ കടം അല്ലാഹു വീട്ടി തരും. ആ സ്വഹാബി വര്യൻ അങ്ങനെ ചെയ്തു.
കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം വന്നു. ഹദിയയുമായിട്ടാ വന്നത്, പാരിതോഷികവുമായിട്ട്. എന്റെ കടം വീടി, മിച്ചമുള്ള പണം കൊണ്ടാണ് ഞാനിത് വാങ്ങി വന്നത്. എന്റെ കടം എളുപ്പത്തിൽ അല്ലാഹു വീട്ടി തന്നു. കാവൽ വേണോ? ഖുർആൻ ഓദിക്കോ. വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നീ ഖുർആൻ ഓദിയാൽ നിനക്കും പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്കും ഇടയിൽ കെട്ടുറപ്പുള്ളൊരു മറയെ നാം സൃഷ്ടിച്ചു വെക്കും. അവർക്ക് നിന്നെ കാണാനോ നിന്നെ തൊടാനോ നിന്നെ വല്ലതും ചെയ്യാനോ കഴിയില്ല. ആ രൂപത്തിൽ ഖുർആൻ വലിയ തുണയേകും. എന്താണോ ഖുർആൻ കൊണ്ട് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് ഖുർആൻ അവരെ ഉണർത്തും. ഇന്നഹു ലഖുർആനുൻ കരീം. ഖുർആൻ ഓതുന്നവർക്ക് മാന്യതയുണ്ടാകും, അവർക്ക് മഹത്വങ്ങളുണ്ടാകും, അവരുടെ സ്വഭാവങ്ങൾ നന്നായി കിട്ടും. എത്ര ആളുകൾ ഖുർആൻ ഓതിയിട്ട് മഹാന്മാർ എത്ര ആളുകൾ നന്നാക്കിയിട്ടുണ്ട്. എത്ര ആളുകൾ ദുഷിച്ച വളരെയധികം മോശപ്പെട്ട ആളുകളെ നന്നാക്കിയിട്ടുണ്ട്. എനിക്കില്ല ഖുർആനും കരീമിനോട് മറ്റൊരു വശം പറയാനുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാണ്. ചരിത്രത്തിൽ ആദ്യമായി സൂഫി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹാഷിം തങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടി കടൽക്കരയിലെത്തി. കപ്പൽ ഫുള്ളാണ്, ടിക്കറ്റ് ഇല്ലാതെ വിഷമിക്കുമ്പോ മഹാനവർഗവരാണ്, ഞാൻ ബസറ ഉദ്ദേശിച്ചു പോകാൻ. അങ്ങനെ ഞാൻ ഒരു കപ്പലിന്റെ അടുത്തേക്ക് ചെന്നു. ആ കപ്പലിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീയുണ്ട്. അപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇവിടെ എവിടെയും സ്ഥലമില്ല. പക്ഷെ അടിമ സ്ത്രീ പറഞ്ഞു, അയാൾ ഒരു നല്ല മനുഷ്യനാണ്, കണ്ടിട്ട് അയാൾ കൊണ്ട് കയറ്റിക്കൊള്ളിന്നു. അയാൾ കപ്പൽ കയറ്റിക്കൊള്ളി, കണ്ടിട്ടൊരു നല്ല രൂപം തോന്നുന്നുണ്ട്, നല്ലൊരു വ്യക്തിത്വം തോന്നുന്നുണ്ട്, കയറ്റിക്കൊള്ളി. അടിമസ്ത്രീയുടെ വാക്ക് കയറ്റി അദ്ദേഹം ശരി നിങ്ങൾ കയറിക്കൊള്ളി, ടിക്കറ്റ് ഒപ്പിച്ചു തരാന്ന്. അങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ റെക്കമെന്റിലാണ് കയറുന്നത്. അടിമസ്ത്രീ അതിന് ശഫാത്തും ചെയ്തു. ആ ചെറുപ്പക്കാരന്റെ പിന്നെ ടിക്കറ്റിലായിട്ട് അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്ത് നീങ്ങിയപ്പോ കുറച്ചങ്ങോട്ട് പോയി നടുക്കടലിൽ എത്താൻ നേരത്ത് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എല്ലാവരും കഴിച്ചു, പ്രാതൽ കഴിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു അടിമ സ്ത്രീയോട്, ഇതാ നീ നമ്മളെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോവാ. കുടിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഖംറാണ്, കള്ള് കൊണ്ടുവരാൻ പറഞ്ഞു. കള്ള് കൊണ്ടുവന്നു, കുടിച്ചു. കുടിച്ചിട്ടതാ അടിമ സ്ത്രീയോട് ആ ചെറുപ്പക്കാരൻ പറയാണ്, ഈ ഇരിക്കുന്ന മനുഷ്യനും കൊടുക്കാൻ. ആർക്ക്? ഈ വലിയ മഹാനായ അബൂ ഹാഷിം തങ്ങൾക്കൊന്ന് കൊടുക്കുക, അയാളൊന്ന് കുടിക്കട്ടെ. അടിമ സ്ത്രീയോട് കൽപ്പിച്ചു. അടിമ സ്ത്രീ എന്റെ നേരത്തെ നീട്ടിയപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, സത്യത്തിൽ ഞാൻ നിങ്ങളെ ഗസ്റ്റാണ്. നിങ്ങളുടെ അതിഥി എന്നുള്ളവർക്ക് നിങ്ങൾ കുടിപ്പിക്കുന്നൊക്കെ എനിക്കും തരണം എന്നുള്ളവർക്കാണ് നിങ്ങളും തന്നത്. പക്ഷേ ഇതെനിക്ക് ഇടങ്ങേറുള്ളതാണ്, ഇതെനിക്ക് വേണ്ട. അതിഥി എന്ന നിലക്കാണ് നിങ്ങൾ എനിക്ക് തന്നത്. അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, എനിക്ക് വേണ്ട. കുടിച്ചില്ല. അപ്പൊ അവരെന്നെ ഒഴിവാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കുടിച്ചു. ആ സഹോദരിമാരുടെ ഭാഗത്ത് കൊടുത്ത കവറ് ആ ബക്കറ്റിൽ ഇടണമെന്ന് അറിയിക്കുന്നു. പിന്നെയോ അടിമ സ്ത്രീയെ വിളിച്ചു. അടിമ സ്ത്രീയോട് പറഞ്ഞു, ആ കൊള്ളിയൊക്കെ കൊണ്ടുവന്നു മുട്ടി പാട്ടുപാടൂന്ന് പറഞ്ഞു. അടിമ സ്ത്രീ അതാ മുട്ടി പാട്ടുപാടാൻ തുടങ്ങി. അപ്പോൾ അതേ കൊള്ളിയെടുത്തു. അടിമ സ്ത്രീ കൊള്ളിയെടുത്തിട്ട് പാടുകയാണ്, تبدل بي خلا فخاللت غيره وخليته لما أراد تباعدي فلو أن كفي لم تردني أبنتها ولم يصطحبها بعد ذلك سعيدي ألا قبح الرحمن كل ممادق يكون وخم في الخفض لا في الشدائد. ആ പെണ്ണിങ്ങനെ പാട്ട് പാടുമ്പോ
എന്നിലേക്ക് തിരിഞ്ഞു. ഈ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, അതുഹ്സിനു മിത്ല ഹാദാ, ഇതുപോലൊന്നും നിങ്ങൾക്കൊരു ഹരമാകുന്നില്ലേ? ചില ആൾക്കാർക്ക് അതൊക്കെ ഒരു ഹരമാണ്. അവര് പറയും അതൊക്കെ നമ്മുടെ ഒരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഒന്ന് കുടിക്കുക, ഇത് ബാക്കിയുള്ളവരൊക്കെ നൃത്തമാടുക, ചിലരൊക്കെ അടിക്കുക, അടിച്ചിട്ട് ചോര പൊട്ടിക്കുക, ചില ആൾക്കാർ ഓടുക, ഓടുമ്പോ പിന്നാലെ കൂടി കല്ലെടുത്തെറിയുക. ഇതൊക്കെ ചിലപ്പോ ചില ആളുകൾക്ക് ഹരമായി തോന്നും. ഈ കള്ളു കുടിച്ച ചെറുപ്പക്കാരൻ ചോദിക്കാണ്, അതുഹ്സിനു മിസ്ല ഹാദാ, ഇതൊന്നും നിങ്ങൾക്കൊരു ഭംഗിയായി തോന്നുന്നില്ലേ? അടിമയുടെ പാട്ട് എന്തൊരു ചൊറുക്കുണ്ട്. മദ്യം കുടിച്ചിട്ട് അടിമയുടെ പാട്ട് കേൾക്കാൻ എന്തൊരു സന്തോഷമുണ്ട്, ഹരമുണ്ട്. നിങ്ങൾക്കൊരു ഭംഗിയായി തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഉഹ്സിനു ഖൈറൻ മിൻഹു, ഇതിനേക്കാൾ നല്ലത് എനിക്കറിയാം, ഇതിനേക്കാൾ നല്ലത് എനിക്കറിയാം. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മസ്തിൽ നിന്ന് തെളിഞ്ഞു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതിനേക്കാളും നല്ലതറിയാതെ. ചെറുപ്പക്കാരൻ വിചാരിച്ച് നല്ല പാട്ടാണ് എന്നാണ്. അബൂ ഹാഷിമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലതറിയാമെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് പാടൂ, കേൾക്കട്ടെ. മഹാനവറുകൾ പറയാണ്, ഞാൻ സൂറത്തു തക്വീർ ഓതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത്. എന്റെ ഓരോ ആയത്തും കേൾക്കുമ്പോ ഫജഅല യബ്കി, ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനാണ് ഓതിയിട്ട് ആ മനുഷ്യനെ മാന്യനാക്കുകയാണ്. ഖുർആൻ ഓതിയിട്ട് അഴുക്ക് ബാധിച്ച മനുഷ്യനെ നന്നാക്കുകയാണ്. മഹത്തുക്കൾ മുഴുവനും നിർവഹിച്ച ദൗത്യം അങ്ങനെയാണ്. ഏത് തമസിൽ ജീവിച്ചവനെയും നല്ല വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഖുർആൻ ഓതിയിട്ടാണ്. അനാവശ്യത്തിൽ കഴിഞ്ഞവനെ നന്നാക്കിയത് ഖുർആൻ ഓതി ഉപദേശിച്ചിട്ടാണ്. കണ്ടില്ലേ നിങ്ങൾ, മഹത്തുക്കളെ മഹാന്മാരാക്കിയത് ആരാണ്? അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് ഖുർആനുള്ള വീട്ടിൽ മഹത്വം വേണം. ആ ഖുർആൻ അവിടെ വെച്ചാൽ പോരാ, ആ ഖുർആൻ നന്നാക്കണം. ഖുർആനിനോട് ചെയ്യേണ്ട ഹക്ക് എന്താണെന്നറിയോ? അതിന്റെ ഒരു ചട്ട പോയാൽ, അതങ്ങനെ കീറിപ്പറഞ്ഞു കിടന്നാൽ, മാനിക്കേണ്ടതുപോലെ മാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യത്തിന് വേണ്ടി പോക്കറ്റുകളിൽ സൂക്ഷിച്ചു വെച്ച സർവ്വ കാർഡുകളും അത് ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരുപാട് ഭദ്രതയുണ്ട്, നനയാതിരിക്കാൻ ഒരുപാട് കവറിങ്ങുകളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ പേജ് പോയിട്ട് അതൊന്ന് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഖുർആനിനോട് ചെയ്യുന്ന അപമര്യാദയാ. അല്ലാഹുവിന്റെ ഹദ്റത്തിൽ വെച്ച് റബ്ബേ എന്റെ ചട്ട പോയിട്ട് ഒരു ചട്ട വെച്ച് തന്നില്ല, അതെ എന്റെ പേജുകൾ പോയിട്ട് അതൊന്ന് തുന്നിപ്പിടിപ്പിച്ച് തന്നില്ല, എന്റെ താഴെ വെച്ചിരുന്നു ഇയാളുടെ ഒരു കഥ ബുക്ക്, അത് പൊതിഞ്ഞിട്ടുണ്ട്, അത് മെയിന്റ് ചെയ്തിട്ടുണ്ട്, അതിന് ചട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിന്റെ അടിയിലുണ്ട് അയാളുടെ ഡയറി, 10ാം ക്ലാസ്സിലെ ഡയറിയാണ്, അത് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്, പൊടി തട്ടി വെക്കാറുണ്ട്, എന്നെ നോക്കാറില്ല. നമുക്കെതിര് പറയരുത്. മഹത്വമുള്ള ഖുർആനാണ്, അതിന്റെ മഹത്വം പരിഗണിക്കണം. വീടുകളിലേക്ക് പോകൂ, പരിശോധിക്കൂ. ഖുർആന് വേണം. ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ, ഞാൻ ആരും വിഷമം കരുത്, നമ്മൾ സമാപന സദസ്സല്ലേ, സ്വന്തമായിട്ട് ഖുർആനുള്ളതൊക്കെ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇല്ലാത്തവരുണ്ട്, എല്ലാവർക്കും ഖുർആൻ വേണം. സഹോദരിമാരെല്ലാവർക്കും ഓരോ ഖുർആൻ വേണം, സ്വന്തമായിട്ട് ഖുർആൻ വേണം. അതൊരാളെ മഹത്വം. വീട്ടിൽ അങ്ങനെ കുറെ എണ്ണുണ്ട്, അതുപോലെ വീട്ടിൽ അങ്ങനെ കുറെ, ചില വീട്ടിൽ അങ്ങനെ 4 5 എനിക്ക് എന്റേതായ ഒരു ഖുർആൻ, നിങ്ങൾക്ക് നിന്റേതായ ഒരു ഖുർആൻ. എന്തിന്? നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഒരു ശേഷിപ്പായിട്ട് ഒരുപാട് കാലം കൂലി കിട്ടുന്ന ഒന്നാണ് വിറാസത്തു മുസ്ഹഫ്. മുസ്ഹഫ് മറ്റൊരാൾക്ക് അനന്തരമായി കൊടുക്കാൻ കഴിയും. ബാപ്പാന്റെ മുസ്ഹഫിന് വല്ലിപ്പാന്റെ മുസ്ഹഫിലാണ് ഓതുന്നതെന്ന് പറഞ്ഞാലേ അതിന്റെ ശരിക്കുള്ള മഹത്വം നമുക്കല്ല, ആർക്കാ? വല്ലിപ്പാക്ക. വല്ലിപ്പാന്റെ മുസ്ഹഫ. വല്ലിപ്പ എത്ര കാലം വെച്ചു? വല്ലിപ്പ 25 കൊല്ലായി. ഇതാരെ ആദ്യം ഉപയോഗിച്ചത്? ഇത് വല്ലിപ്പാന്റെ ശേഷം പിന്നെ വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മ ഉപയോഗിച്ചു. പിന്നെ മൂത്ത കാക്ക ഉപയോഗിച്ചു, മൂത്ത കാക്കാന്റെ ശേഷം പിന്നെ അതിന്റെ താഴെ ഉപയോഗിച്ചു, പിന്നെ എനിക്ക് ഉപയോഗിച്ചു. ഇങ്ങനെ കണ്ടില്ലേ ഒരു അനന്തരം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ അതിങ്ങനെ കൈമാറി പോന്നിട്ടില്ലേ?
ഒരുപാട് ആളുകൾ ആ ജുബ്ബ കൊണ്ട് ഉപയോഗം നടത്തിയിട്ടില്ലേ, രോഗശമനം നടത്തിയിട്ടില്ലേ? അത് തങ്ങളുടെ ഒരു വിറാസത്താൻ, തങ്ങൾ നൽകിയ അനന്തരമാണ്. ഒരുപാട് ആളുകൾക്ക് ശമനത്തിന് വേണ്ടി അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലായിരുന്നു. പിന്നെ അവിടുന്ന് ഞാനത് സ്വീകരിച്ചു, പിന്നെ അവിടുന്ന് ഞാനത് സ്വീകരിച്ചു. ഇങ്ങനെ എത്ര പേര് സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ഹഫ് അനന്തരമാക്കി കൊടുക്കാൻ ഓരോരുത്തർക്കും സെപ്പറേറ്റ് മുസ്ഹഫ് വേണം. വീട്ടിൽ വേറെ മുസ്ഹഫ് ഉണ്ടായിക്കോട്ടെ, ആ മുസ്ഹഫുകളൊക്കെ പരിചരിക്കണം. രണ്ട് മുസ്ഹഫ് ഉള്ളവർ രണ്ടിലും ഓതണം. ഒരു ഖത്തും ഒന്നിൽ കഴിഞ്ഞാൽ മറ്റേതിൽ മറ്റേ ഖത്തും ഓതണം. ഒന്നിനെ വെറുതെക്കാൻ പാടില്ല. രണ്ട് മുസാഫ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇല്ലാത്ത ആൾക്ക് കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടും നിങ്ങൾക്ക് വേണമെന്നാണോ? രണ്ടും വേണം. ഒന്ന് ബാപ്പ ഹജ്ജിനെ മറ്റേത് ഉമ്മ ഹജ്ജ്, രണ്ടും വിടാൻ പറ്റില്ല. അങ്ങനെ രണ്ടും സൂക്ഷിക്കുന്നുണ്ടോ? ഒന്നിലൊരു ഖത്തും തീരുമ്പോ മറ്റേതൊരു ഖത്തും തുടങ്ങുക, അതിൽ തീരുമ്പോ പിന്നെ ഇതിൽ തുടങ്ങുക. രണ്ടിനെയും പരിപാടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ഖുർആനിനോട് ബഹുമാനക്കേടാകുന്ന ഒന്നും ചെയ്യരുത്. ഞാൻ ഒരു ദിവസം മാത്രം പറയാൻ കരുതിയ വിഷയമാണത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടാണ് വിഷമൊന്നും കരുതരുത്. ആ ഖുർആനിന്റെ മേലെ ഓതിയിട്ട് ഒരിക്കൽ പോലും കണ്ണട വെക്കരുത്. ഖുർആന്റെ മേലെ വെക്കാനാണ്. ഖുർആനിന്റെ മേലെ മൊബൈൽ വെക്കരുത്. നഊദു ബില്ലാഹ്. ഖുർആൻ നിങ്ങൾ മറച്ചു വെച്ചത് പാറാതിരിക്കാനാണെങ്കിൽ അത് അങ്ങനത്തിനാണ്. ഖുർആൻ പൂട്ടി വെച്ചിട്ട് ഖുർആൻ സ്ഥാനം കുറവ്, മൊബൈൽ മേലെ ഇരിക്കുന്നത് എന്തുണ്ട്? എന്താ സഹോദരങ്ങളെ? ഖുർആനിന്റെ മേലെ കണ്ണട വെക്കരുത്, കണ്ണട കൂട് വെക്കരുത്. ഖുർആനിന്റെ മേലെ മറ്റൊന്നും വെക്കരുത്. കാരണം ഖുർആൻ കരീമാണ്. ഏറ്റവും വലിയ ബഹുമാനം അതിനാണ്. അതിന്റെ മേലെ പുസ്തകങ്ങൾ വെക്കരുത്. അതിന്റെ മേലെ നിങ്ങളുടെ വർണ്ണമുള്ള ഗ്ലാസുകൾ വെക്കരുത്, പൂജകൾ വെക്കരുത്, കപ്പുകൾ വെക്കരുത്. ഖുർആനിന്റെ മേലെ മറ്റൊന്നും വെക്കരുത്. ഖുർആനിന്റെ മേലെ ഉയരാൻ ഇവിടെ മറ്റൊന്നില്ല. لدينا ففاقت كل معجزة من النبيين إذ جاءت ولم تدومي. എല്ലാ മൂജിസത്തിനേക്കാളും മറികടക്കുന്ന മൂജിസത്തല്ലേ ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂജിസത്തിൽ ഏറ്റവും വലിയ മൂജിസത്ത് എന്ന് മാത്രമല്ല, 1,24,000 നബിമാർക്ക് അല്ലാഹു നൽകിയ മൂജിസത്തിനേക്കാൾ ഏറ്റവും വലിയ മൂജിസത്ത് ഖുർആനാണ്. അതിനപ്പുറം ഒരു മൂജിസത്ത് വേറല്ല. ഇത്ര ബഹുമാനത്തിന്റെ മേലെ പിന്നെ എങ്ങനെ മറ്റൊന്ന് കവർ ചെയ്യാം? ബഹുമാനമാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ആ ഖുർആൻ പിടിക്കുമ്പോൾ നല്ല ബഹുമാനമാണ്. മറ്റൊന്നും കൂടി പറയട്ടെ, മുട്ടുപോകും. പിന്നെ എന്താന്ന് വെച്ചാല് ഇപ്പോ മദ്രസയിലേക്ക് സ്കൂളിലൊക്കെ പുസ്തകം കൊണ്ടേക്കും. മദ്രസയിലേക്കുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ ഖുർആനും ഒരിക്കലും ബാക്കിലേക്ക് തൂക്കിയിട്ടുണ്ടാകാൻ പാടില്ല. പ്രത്യേകം ഓർമ്മിച്ചു, മനസ്സിലായില്ലേ? ബാക്കിലേക്കുള്ള ആ സഞ്ചിയിലല്ല ഖുർആനും കിതാബുകളൊന്നും കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് നമ്മളെ പിന്നാലെ, നമ്മളെ പിൻഷീറ്റിലായിട്ട് ഖുർആനോ? എത്ര വലിയ വിഷമാണത്. ഖുർആൻ പിടിക്കേണ്ടത് നെഞ്ചോട് ചേർത്ത് പിടിക്കണം. എങ്കിലും നെഞ്ഞോ നന്നായിക്കോട്ടെ. എന്തൊരു കുയിലുള്ള നെഞ്ചാണ്, എന്തൊരു കിബറുള്ള നെഞ്ചാണ്, നന്നായിക്കോട്ടെ. ഖുർആൻ നെഞ്ഞോട് ചേർത്ത് പിടിക്കണം. അതേ രൂപത്തിൽ തന്നെ വെള്ളിയാഴ്ചകളിലും മറ്റൊക്കെ കാരണവന്മാരെ അൽ-കഹ്ഫ് സൂറത്ത് ഖുർആനൊക്കെ എടുക്കുമ്പോ ചില ആൾക്കാർ കാണാം ഓഫീസിലെ ഏതെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പേപ്പറൊക്കെ കൊണ്ടുപോകും പോലെ, ഫയൽ കൊണ്ടുപോകും പോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോ ചിലപ്പോ ഒന്ന് അടി കൊടുക്കാൻ തോന്നും. പക്ഷേ പ്രായം മാനിച്ച് ഒന്നും കൊടുക്കാതിരിക്കലാണ്. വിഷമല്ലായിട്ടില്ല, വിഷമം നല്ലോണുണ്ട്. ചിലപ്പോഴൊക്കെ ചൂടായി പറയാറുണ്ട്. അവർക്ക് വിഷമുണ്ടായോ ഇല്ലെന്ന് അറിയില്ല. നമുക്ക് ഖുർആൻ ഇങ്ങനെ താഴെ പിടിച്ച് കണ്ടിട്ട് വിഷമാണ്. ഊരക്കെട്ടിന്റെ താഴേക്ക് ഖുർആൻ പിടിക്കുന്നത് ബഹുമാനക്കേടാ. 2ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടി ഒരു ചെറിയ അമ്മ ജുസുവിന്റെ ഖുർആനുമായി വരുമ്പോ മുറ്റത്തിരിക്കുന്ന ബാപ്പ, സിറ്റോട്ടിരിക്കുന്ന വല്യാപ്പ, ആ വല്യാപ്പ എത്ര വലിയ ആലിമാണെങ്കിലും എത്ര വലിയ സയ്യിദാണെങ്കിലും ആ കുട്ടിയുടെ കയ്യിലുള്ള ഖുർആൻ മാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണല്ലോ. എന്തൊരു ബഹുമാനമാണ്. ഇന്നഹു ലഖുർആനുൻ കരീം. ഖുർആൻ വലിയ ബഹുമാനമുള്ള ഗ്രന്ഥമാണ്. അതിനെ ബഹുമാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയണം. അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം ഖുർആൻ. നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. എത്ര കാലപ്പഴക്കം ചെന്ന ഖുർആനാണെങ്കിൽ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം.
എത്ര കാലപ്പഴക്കം ചെന്ന ഏടുകളും ഒക്കെ നമ്മുടെ ഉമ്മമാര് അത് സൂക്ഷ്മമായി കൊണ്ടു നടക്കുന്നുണ്ട്. അതേപോലെ ഖുർആനും സൂക്ഷിക്കണം. ഖുർആനോട് കാണിക്കേണ്ട ബഹുമാനങ്ങളൊക്കെ കാണിക്കണം. ഖുർആനിന്റെ മുന്നിൽ ഇരിക്കുന്ന മനുഷ്യൻ ആ ഇരുത്തത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റാൻ പോലും പാടില്ല. നിങ്ങൾ കണ്ടോ ഖുർആന്റെ മുന്നിൽ എങ്ങനെ ഇരിക്കേണ്ടി? ഖുർആനുമായുള്ള അതവൊക്കെ ഒരു ഗ്രന്ഥത്തിൽ ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഖുർആനിന്റെ മുന്നിൽ ഇരിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഇരിക്കണം എന്നാണ് നബി ഇമാം തങ്ങൾ പറഞ്ഞത്. വയജ്ലിസു ബൈന യദൈഹി, ഖുർആനിന്റെ മുന്നിൽ ഇരിക്കണം. കജുലൂസിഹി ബൈന യദൈ മുഅല്ലിമിഹി, ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്ന ശിഷ്യനെ പോലെ ഇരിക്കണം. ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്ന ശിഷ്യൻ ശമ്പളം പടിയിട്ട് ഇരിക്കോ? ഇരിക്കൂല. കാല് നീട്ടി ഇരിക്കോ? ഇരിക്കൂല. ചാരി ഇരിക്കോ? ഇരിക്കൂല. ഊരക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കോ? ഇരിക്കൂല. എന്തൊരു ബഹുമാനത്തോടെ ആയിരിക്കല്! ഇതുപോലെ ബഹുമാനത്തോടെ ഇരിക്കണം. ഖുർആനിന്റെ മുന്നിലുള്ള ഇരുത്തത്തിന്റെ ബഹുമാനമാണ് പറഞ്ഞത്. കാരണം ഖുർആനാണല്ലോ ഇമാം. നിന്റെ ഇമാമേതെന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി ഖുർആനല്ലേ. ആ ഇമാമാകുന്ന ഖുർആനെ നീ ബഹുമാനിക്കണം, നീ ആദരിക്കണം, നന്നായി ബഹുമാനിക്കണം. ബഹുമാനത്തിന് എതിരാകുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അല്ലാഹു ഖുർആൻ കൊണ്ട് വലിയ ബഹുമാനം നൽകുമാറാകട്ടെ. ആ ഖുർആൻ കൊണ്ട് വലിയ സ്വീകാര്യത തരുമാറാകട്ടെ. ഖുർആൻ നന്നായി ശ്രദ്ധിക്കണം. ഖുർആൻ ഓതുന്ന വീട്ടില്, ഖുർആൻ ഓതുന്ന സദസ്സിനിടയിൽ വർത്തമാനം പറഞ്ഞുകൂടാ. ഖുർആനിന്റെ ശബ്ദത്തിനേക്കാൾ പൊങ്ങുന്ന അപശബ്ദങ്ങൾ വന്നുകൂടാ. നല്ലോണം ശ്രദ്ധിക്കണം നമ്മളത്. ഇത് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച അദബാണ്. വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടാൽ ഒരു കുട്ടി ഖുർആൻ ഓതുകയാണ് ഡൈനിങ് ഹാളിൽ വെച്ച്. അടുക്കളയിൽ ഉമ്മമാരുണ്ട്, അപ്പുറത്തെ റൂമിൽ ആളുകളുണ്ട്, ഇപ്പുറത്തെ റൂമിൽ ആളുകളുണ്ട്. അവരോടൊക്കെ ഒരു നിർദ്ദേശം എന്താണെന്നറിയോ? ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഊ ലഹു, ശ്രദ്ധിച്ച് കേൾക്കുക. വഅൻസിതു, മൗനം പാലിക്കുക. എന്തിനാ മൗനം പാലിക്കുന്നത്? ഖുർആൻ ഓത്തു തുടങ്ങിപ്പോയി. ശബ്ദിക്കാൻ പാടില്ല. അവിടെ ഉച്ചത്തിൽ നമ്മൾ ഫോൺ ചെയ്തിട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. ഇരുന്നിട്ട് സ്വറ പറയാൻ പാടില്ല. ഓത്തിനെങ്ങാനും ശല്യമാക്കുന്ന അപശബ്ദങ്ങൾ വന്നാൽ അത് ആരുടെ സ്വഭാവമാണെന്നറിയോ? മക്ക മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അവര് ഈ ഖുർആൻ കേൾക്കണ്ടെന്ന് വെച്ചു. ആദ്യം കുറെ ആൾക്കാരെ കാതിലൊക്കെ പഞ്ഞു കൊടുത്തു ഖുർആൻ കേൾക്കണ്ട. കാരണം ഖുർആൻ കേൾക്കുന്നവരൊക്കെ വേഗം വിശ്വസിക്കാം. അപ്പൊ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? കേൾക്കുന്ന തടസ്സപ്പെടുത്താൻ വേണ്ടി പഞ്ഞു കൊടുത്തു. അങ്ങനെ പഞ്ഞു കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു കേൾപ്പെട്ട മഹാനാണ്. പഞ്ഞിങ്ങനെ കുറെ ദിവസം ത്വൽഹ റളിയല്ലാഹു ചിന്തിച്ചു, ഞാനെന്തൊരു പൊട്ടനാ, പഞ്ഞിങ്ങനെ എന്റെ കാതിൽ പഞ്ഞെടുത്ത് ഖുർആൻ കേട്ടു. ഖുർആൻ വിശ്വസിച്ചു. പഞ്ഞി തിരികെ കൊടുത്ത് ഖുർആൻ കേൾക്കാൻ നിൽക്കാനാ. പിന്നെ അവര് ഒരു നിലക്കും ഇതിന് ഒഴിവില്ലാതെ അവസാനം ചെയ്തെന്നറിയോ? ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. സത്യനിഷേധികളോട് നേതാക്കൾ പറഞ്ഞു ഖുർആൻ കേട്ടുപോകരുത്. അഥവാ കേൾക്കേണ്ട സാഹചര്യം വന്നാലോ വൽഗൗ ഫീഹി, ഒച്ചപ്പാടുണ്ടാക്കുക, അപശബ്ദങ്ങൾ ഉണ്ടാക്കുക. ലഅല്ലകും തുഗ്ലബൂൻ, നിങ്ങൾ ജയിക്കണം, ഒച്ച ഉണ്ടാക്കിയിട്ട് ജയിക്കണം. ഒരു നിലക്കും ആരെ കാതിലേക്കും കേൾക്കാൻ ചാൻസ് കൊടുക്കരുത്. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത്. നല്ല സാഗോദം അത് വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കാൻ. പഴയ കാലത്ത് വെള്ളിപ്പാറുള്ള വീട്ടിൽ ഖുർആൻ ഓതുമ്പോൾ അവിടുന്ന് വർത്താനം പറയുകയോ? നല്ലോണം കിട്ടും. നല്ലോണം അടി കിട്ടിയാ പിന്നെ ദുനിയാവിൽ മരിക്കുന്ന വർത്താനം പറയില്ല. അത് ഒരു അഥവാണ് അവർ പഠിച്ചിരുന്നത്. സിറ്റ് ഔട്ടിൽ ഇരുന്ന് ദിക്ർ ചെല്ലുന്ന വല്ലിപ്പ ഉള്ളിലിരുന്ന് കുട്ടികൾ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ആരെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞാൽ ഉടനെ ചോദിക്കും, മിണ്ടി പോകാൻ പാടില്ല. എന്താണ് ആ വല്ലിപ്പ അങ്ങനെ പറയാനുള്ള കാരണം? ഖുർആനിനോട് വലിയ ബഹുമാനമാണ്. ആ ബഹുമാനം അവർ സ്വീകരിച്ചതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ അത്ര അക്ഷരാഭ്യാസം അവർക്കറിയില്ല, ഇതാണെന്ന് അറിയില്ല. പക്ഷേ നമ്മളെക്കാളും വലിയ ഈമാനുണ്ടവർക്ക്. ബഹുമാനത്തിൽ ചാലിച്ച വലിയ ഈമാനുണ്ട്. അതുകൊണ്ടൊക്കെ അവർക്ക് വലിയ ദറജേറി കിട്ടും.
അവർക്ക് വലിയ ഉയർച്ച കിട്ടും. അങ്ങനെ ഒരു ബഹുമാനം അവർക്കുണ്ടായിരുന്നു. ഖുർആനിനോട് വലിയ ബഹുമാനം പാലിക്കണം. ഖുർആൻ അല്ലാഹ് ബഹുമാനിച്ചല്ലേ വെച്ചത് ഫീ കിതാബിൻ മക്നൂൻ. ഖുർആൻ അല്ലാഹു വെച്ച കേന്ദ്രം നോക്ക് നിങ്ങൾ. ഫീ കിതാബിൻ മക്നൂൻ. ആർക്കും തൊടാൻ കഴിയാത്ത, വേറെ ആർക്കും എത്തി നോക്കാൻ കഴിയാത്ത മുഖറബീങ്ങളായ മലക്കുകൾക്ക് മാത്രം അല്ലാഹു തആല ചാൻസ് കൊടുത്ത നല്ല സുരക്ഷിതമായ കേന്ദ്രത്തിലല്ലേ അല്ലാഹു ഖുർആൻ സൂക്ഷിച്ചു വെച്ചത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ആ സൂക്ഷിച്ചു വെച്ച കേന്ദ്രത്തിലുള്ള ഖുർആൻ പരിശുദ്ധന്മാരായ മലക്കുകളല്ലാതെ വേറെ ആരും തൊട്ടിട്ടില്ലല്ലോ. ഒരു തഫ്സീറാണത്. അതെ, ഇനി നമ്മളിലേക്ക് വന്നാലോ, ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ലല്ലോ. ഖുർആൻ തൊടാൻ നല്ല ശുദ്ധി വേണമല്ലോ. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് ദർസിലൊക്കെ ഓതുന്ന കിതാബാണ് ജലാലൈനി എന്ന കിതാബ്. ജലാലൈനി എന്ന കിതാബ് ഓതുന്നവർ ഉളു കൊടുക്കലാണ് സൂക്ഷ്മത. കാരണം ഖുർആനിന്റെ ഹർഫും തഫ്സീറിന്റെ ഹർഫും നോക്കുമ്പോ ഒന്നോ രണ്ടോ അക്ഷരങ്ങളെ തഫ്സീർ കൂടുതൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആൻ ആ തഫ്സീർ ജലാലൈനി എടുത്തിട്ട് ഓതുമ്പോ ഉളു ഉണ്ടായിരിക്കലാണ് നല്ലത് എന്നും അതാണ് സൂക്ഷ്മത എന്നും പണ്ഡിതന്മാര് പഠിപ്പിച്ചു. ഖുർആനെ തൊടാൻ നല്ല ശുദ്ധി വേണം. ഖുർആനെ തൊടാൻ നല്ല വൃത്തി വേണം, നല്ല ശുദ്ധി വേണം. വലിയ ശുദ്ധിക്കാർക്ക് തൊടാൻ പറ്റൂലല്ലോ, ചെറിയ ശുദ്ധിക്കാർക്കും തൊടാൻ പറ്റൂലല്ലോ. പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടി തന്നെ, ആ കുട്ടിക്ക് വേണ്ടി തന്നെ കുട്ടിയുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഖുർആനെ തൊടാം. അതേ സമയത്ത് ഉസ്താദിന് ഓതാൻ വേണ്ടി കുട്ടി എടുത്തു കൊടുക്കുമ്പോ കുട്ടിക്ക് എന്ത് വേണം? ഉളു വേണം. ശ്രദ്ധിക്കണേ. വീട്ടിൽ നിന്ന് നമ്മള് മദ്രസ പോകുന്ന 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ കുട്ടിയില്ലേ, ആ കുട്ടീനോട് ഉമ്മമാര് മോനെ ഖുർആൻ എടുത്ത എനിക്ക് ഉള്ളില്ല, ആനക്കുള്ളടുക്ക് അങ്ങനല്ല. ആ കുട്ടിക്ക് പഠിക്കാൻ പഠിക്കാൻ വേണ്ടി നമ്മൾക്ക് ആ ഖുർആൻ എടുക്കാൻ പറഞ്ഞെന്തിനാ? നമ്മൾ ഓതാൻ കുട്ടിയോട് ഖുർആൻ എടുക്കാൻ പറഞ്ഞ കുട്ടിക്ക് എന്ത് വേണോ? കുട്ടി പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് കുട്ടിക്ക് വേണ്ട. അതാണ് മസാല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടിന്റെ പഠനാവശ്യത്തിന് വേണ്ടി, മുമയ്യിസായ കുട്ടിക്ക് പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വിട്ടുവീഴ്ച എപ്പോഴും കടിയിലുള്ള വിട്ടുവീഴ്ച പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി. അതും നിങ്ങൾ നോക്കാം, മുമയ്യിസായ കുട്ടി 2-3 വയസ്സ് കഴിഞ്ഞ് ഒരു പ്രായപൂർത്തിയുടെ പക്വതയിലെത്തിയാലോ ആ ചാൻസ് പോയി. പ്രായപൂർത്തിയെത്തിയ കുട്ടിയാണ് പഠിക്കാൻ വേണ്ടി എടുക്കുന്നെങ്കിലോ അപ്പൊ ഉളു വേണം. പ്രായപൂർത്തിയുടെ ബഹുമാനമാണത്. ഖുർആനോട് നല്ല പക്വതയും ബഹുമാനവും കാണിക്കണം. ആ ഖുർആൻ ശുദ്ധിയുള്ളവരല്ലാതെ തൊടാൻ പറ്റൂല. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഒരുപാട് ബഹുമാനത്തിന്റെ വിഷയങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇരിക്കട്ടെ, ഖുർആൻ ഓതുന്ന ആളുകൾ ഖുർആനോത്തിന്റെ ഇടയിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വായിക്കാതിരിക്കാൻ പറ്റൂല. നല്ലോണം മഹാനവർകൾ ശക്തി കൂട്ടി പറഞ്ഞു. ഖുർആനുള്ള ബഹുമാനം പറഞ്ഞപ്പോ ചില ആളുകളൊക്കെ ഇന്നും അശ്രദ്ധയോടെ കാണുന്നുണ്ട്. ഖുർആൻ ഓതുന്ന ആളുകൾ അവര് ഓതുന്ന സമയത്ത് ചിരി വെടിയണം, അപശബ്ദങ്ങൾ വെടിയണം, ഇടയിലുള്ള സംസാരം വെടിയണം. ഇല്ലാ കലാമൻ യുംതറു ഇലൈഹി, അത്യന്താപേക്ഷിതമായ സംസാരമല്ല. സഹോദരിമാരെ, മഗ്‌രിബിന്റെ ശേഷം ഖുർആൻ തുറന്നു. അപ്പൊ അടുക്കളയിലുണ്ട് ഒരു കുട്ടി, ഒരു മരുമകൾ അല്ല വേറെ. ആ കുട്ടിനെ വിളിച്ചിട്ട് മീൻ നോക്കാൻ പറഞ്ഞു. മീൻ പൊരിഞ്ഞിട്ടുണ്ടോ കരിഞ്ഞിട്ടുണ്ടോ, വേറൊരു കുട്ടിയോട് പാല് വെച്ചിട്ട് തളച്ച് ചിന്തിട്ടുണ്ടോ നോക്കാം. ഇതൊക്കെ ഇതിന്റെ ഇടയിലാണ്, ഒരു യാസീന്റെ ഇടയിലാണ്. ഇന്നെങ്ങനെ യാസീൻ അല്ലാഹു കബൂലാക്കി. വളരെ അനിവാര്യമായ വിഷയങ്ങൾ മാത്രമേ അതിനിടയിൽ പറയാൻ പറ്റൂ. ചില ആൾക്കാരൊക്കെ നോക്കി നിങ്ങൾ ഒരു ബഹുമാനവും ഇല്ല. ഒരു കയ്യില് ഖുർആൻ പൂട്ടിയിട്ട് ഒരു ഭാഗത്ത് വെച്ചു. ഹലോ, ഇതൊക്കെ വർത്താനം ഒരു മൈൻഡില്ല ഖുർആനോട്. നഊദു ബില്ലാഹി മിൻ ദാലിക. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഫോണാ വലുത്, ഖുർആനാ വലുത്? ഖുർആനോട് ബഹുമാനം വേണ്ടേ? അതിനിടയിലാണ് സംസാരങ്ങളൊക്കെ.
അത് നിങ്ങളൊരു ആയത്തിന്റെ അവിടെ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കേണ്ട സ്ഥലത്തേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ എടുത്തോളൂ. എത്രത്തോളം സമയമൊന്നും വേണ്ടല്ലോ. അതിനോട് നല്ല ബഹുമാനം കാണിക്കണം എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കാന ഇദാ ഖറഅൽ ഖുർആൻ, മഹാനവർകൾ ഖുർആൻ ഓതിയാൽ ലാ യതകല്ലമു ഹത്താ യഫ്റുഗ മിൻ, ഓതി തീരുന്നതിനിടയ്ക്ക് ഒരു സംസാരവും സംസാരിക്കാറില്ല. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ബഹുമാനം. മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയാൽ തീരുന്നതിനിടയ്ക്ക് ഒരു സംസാരവും സംസാരിക്കാറില്ല. അവർക്ക് ബഹുമാനം എങ്ങനെ? ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ്. സാലിം റളിയല്ലാഹുവിന്റെ കാബത്തിന്റെ ഉള്ളിൽ വന്നപ്പോൾ കുറെ ആൾക്കാർ പ്രശ്നം പറയാം, ഉസ്താദേ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം ദ്വാരക്കണം. ഒരാളോട് ഒരു ജവാബ്. കാരണം കാബന്റെ മുറ്റുന്ന ആരോടെങ്കിലും വിഷയങ്ങൾ ചോദിച്ചാൽ പിന്നെ അങ്ങനെ അന്വേഷിച്ചു പോകും. സുഖാന്വേഷണം ദുഃഖാന്വേഷണം ഒക്കെ ചോദിച്ചു പോകും. ഒരാളോട് ഒരു ജവാബും പറഞ്ഞില്ല. എത്രയോ ആളുകൾ പിന്നാലെ കൂടുന്നുണ്ട്. കാബന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി മസ്ജിദുൽ ഹറാമും കഴിഞ്ഞിറങ്ങി റോഡിലെത്തിയപ്പോ ചോദിച്ചു, നിങ്ങളെന്തോ പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തൊക്കെയാ പറഞ്ഞു? ഓരോരുത്തരും പറഞ്ഞോളി എന്ന് പറഞ്ഞു. അതുവരെ അനങ്ങിയില്ല, മിണ്ടിയില്ല. ബഹുമാനമാണ് നമ്മൾ പഠിക്കേണ്ട ബഹുമാനം. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ ഖുർആൻ ആരിൽ നിന്ന് അവതരിച്ചതാണ്? ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതാണ്. അതെ, മറ്റുള്ള പലരും പറയും പോലെ ഈ ഖുർആൻ ഒരു സിഹ്റല്ല, സിഹ്ർ പഠിപ്പിക്കുന്ന കിതാബും അല്ല, ഇതൊരു ജ്യോതിശാസ്ത്രമല്ല, ഇതൊരു പാട്ടുമല്ല, ഒരു കവിതയുമല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്ന് അവതരിച്ചതാണ്. അഫബിഹാദൽ ഹദീഥി അൻതും മുദ്ഹിനൂൻ, ഈ വർത്തമാനങ്ങളെ കൊണ്ടാണോ നിങ്ങൾ കളവാക്കുന്നത്, അംഗീകരിക്കാതെ തള്ളിക്കളയുന്നത്? നിഷേധികളോട് അല്ലാഹു ചോദിക്കുകയാണ്, ഖുർആൻ സ്വീകരിക്കാത്തവരോട് ചോദിക്കുകയാണ്. ഈ വർത്തമാനം എന്തൊരു കൗതുകമുണ്ട്, എന്തൊരു സൗന്ദര്യമുണ്ട്. ഇല്ലാത്ത ഒരു വിഷയവും ഖുർആനിൽ ഇല്ലല്ലോ, എല്ലാ ഇൽമും ഖുർആനിലുണ്ട്. ഇതാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? വതജഅലൂന റിസ്ഖകും അന്നകും തുകദ്ദിബൂൻ, നിങ്ങളുടെ റിസ്ക് നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കള്ളം പറയുക, എന്നിട്ട് ആളുകളിൽ നിന്ന് കിട്ടുന്നത് വാങ്ങുക. സ്വഭാവമല്ലേ? മക്ക മുശ്രിക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു, നന്ദി ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നത്. അവിടെ മറ്റൊരു അഭിപ്രായം കാണാം, തജഅലൂന മഅയിശകും വകസ്ബകും തക്ദീബ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ജീവിതോപാധി, നിങ്ങളുടെ സമ്പാദ്യം, കഴിവിന്റെ പരമാവധി നബി തങ്ങളെ കളവാക്കുക. കഴിവിന്റെ പരമാവധി നബി തങ്ങൾ ഇടിച്ചതായിട്ട് ചില വിദ്യാർത്ഥികാരെ പോലെ ആരെ സ്ഥാനം പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം പറയാൻ അവർക്ക് വലിയ മുറുമുറുപ്പാണ്, വലിയ മടിയാണ്. എന്നിട്ട് ഇടിച്ചു താഴ്ത്തുക, അങ്ങനെ കുറെ നുണ പറയുക, നബി തങ്ങളെ പറ്റിയിട്ട് കുറെ ഇല്ലാത്തത് പറയുക, ബാപ്പാനി ഉമ്മാനൊക്കെ ശിർക്കിലേക്കും കുഫറിലേക്കും ചേർക്കുക, അബ്ദുൽ മുത്തലിബിനെയും പരമ്പരയും മൊത്തം ഇസ്ലാമിൽ നിന്ന് തെറ്റി പറയുക, എന്നിട്ട് കിട്ടുന്നതും വാങ്ങി ജീവിക്കുക. നിങ്ങളെ റിസ്ക് അതിന് മാധ്യമമായിട്ട് നിങ്ങൾ കളവാക്കല്ലേ, കളവ് പറയല്ലേ ചെയ്യുന്നത്. അതൊരു നിലക്കും നിങ്ങളുടെ ബുദ്ധിയോട് ചേർന്നതല്ല. എന്നിട്ട് മനുഷ്യനോട് അല്ലാഹു തആല അവസാനം നടത്തുന്ന ഒരു വിഷയം, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം നഹ്നു ഖലഖനാകും മുതൽ ഇപ്പോ ഓതിയത് വരെ തെളിവല്ലേ അല്ലാഹു പറഞ്ഞത്? എന്തിനാ അല്ലാഹു തെളിവ് പറഞ്ഞെന്നറിയോ? അല്ലാഹു തആല അവന്റെ ആസ്തിക്യവും അല്ലാഹു തആലയുടെ ഗുണവിശേഷണങ്ങളും ആർക്കും നിഷേധിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ കഴിവ്, അതിനാണ് നഹ്നു ഖലഖനാകും മുതൽ ഈ ആയത്ത് വരെ തെളിവ് പറഞ്ഞത്. ഇനി ഒരു ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം അല്ലാഹു ചോദിക്കുകയാണ്, എന്തേ മനുഷ്യന്മാരെ കഴിവുണ്ടെങ്കിൽ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അത് തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്ത്? ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുന്നു മേലോട്ട് പോകാൻ. അങ്ങനെ തൊണ്ടക്കുഴിയിലെത്തിയാൽ വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, നിങ്ങളൊക്കെ കണ്ണ് തുറന്നു നോക്കുന്നുണ്ട്. മരിച്ചോ മരിച്ചോ എന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, മുഖത്തേക്ക് നോക്കുന്നുണ്ട്, ശ്വാസം പോകുന്നത് നോക്കുന്നുണ്ട്. വനഹനു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനിലേക്ക് നിങ്ങളെക്കാളും കൂടുതൽ സാമീപ്യം നമുക്കാണ്, പക്ഷേ നിങ്ങളത് കാണുന്നില്ല. ആത്മാവിനെ പിടിക്കാൻ
നിക്കറ വിട്ടത് നമ്മളാണ്, മലക്കിനെ വിട്ടത് നമ്മളാണ്, പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല, കുറെ നേരമായി തുടങ്ങിയിട്ട് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യന്മാരോട് അല്ലാഹു ചോദിക്കാണ്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, ഒരു സൃഷ്ടാവിന്റെ കീഴിൽ ഒതുങ്ങി താമസിക്കുന്നവരല്ലെങ്കിൽ, ഒരു സൃഷ്ടാവിന്റെ വിധിക്കും കീഴ്പ്പെടുന്നവരല്ലെങ്കിൽ, സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരല്ലെങ്കിൽ, എന്തേ മനുഷ്യന്മാരെ തർജിഊനഹാ, ആത്മാവിനൊന്ന് മടക്കി കൊടുക്കാൻ കഴിയോ? ഇൻ കുൻതും സാദിഖീൻ, വലിയ കഴിവുണ്ടെന്ന് നിങ്ങൾ പറയുന്നില്ലേ, സ്വന്തത്തിൽ വലിയ കഴിവുണ്ട് എന്ന് പറയുന്നില്ലേ, പ്രകൃതിക്ക് വലിയ കഴിവുണ്ട് എന്ന് പറയുന്നില്ലേ, ഏതെങ്കിലും ഒരാളെ ആത്മാവ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എത്ര നേതാക്കൾ പിരിഞ്ഞുപോയി. പിരിയരുത് എന്നല്ലേ ജനങ്ങളൊക്കെ അവരെ പറ്റി ആഗ്രഹിച്ചിരുന്നത്. മനുഷ്യന്മാരെ വല്ല കഴിവുമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ആത്മാവിനെ നമ്മൾ പിടിച്ചു കൊണ്ടുപോകുമ്പോ തൊണ്ടക്കുയിലെത്തി നിങ്ങൾ ഇങ്ങനെ കണ്ണും തുറന്ന് നോക്കി നിൽക്കുന്നുണ്ട്. കൃത്യസമയം 2:41:42 മരിച്ചു നിങ്ങൾ പറയാറില്ലേ? അത്രയും കറക്റ്റ് നിങ്ങൾ എണ്ണി കണക്കാക്കാറില്ലേ? ആത്മാവിനൊന്ന് മടക്കാൻ പറ്റുമോ? കൊണ്ടുപോകുന്നതിന് തിരിച്ചു വരാൻ കഴിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുദ്റത്ത് സമ്മതിച്ചേ പറ്റൂ, അല്ലാഹു തആലാന്റെ കഴിവ് അംഗീകരിച്ചേ പറ്റൂ. ഏതൊരു മനുഷ്യനോടും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനി നിങ്ങൾ നോക്ക്, മരണത്തെ സംബന്ധിച്ച് അല്ലാഹു 3 ലെവലിലാ പറയുന്നത്. സൂറത്തുൽ വാഖിയയുടെ തുടക്കത്തിൽ അല്ലാഹു 3 വിഭാഗം ജനങ്ങളെ പറഞ്ഞു. അവസാനം പറഞ്ഞത് സാബിഖീങ്ങളെയാണ്. അതിന്റെ നേരെ മുകളിൽ പറഞ്ഞത് അസ്ഹാബുൽ മശ്അമയാണ്, ഭാഗ്യന്മാര്. നേരെ മുന്നിൽ പറഞ്ഞതോ അസ്ഹാബുൽ മൈമന, ഭാഗ്യവാന്മാരെയാണ്. നേരെ തിരിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മരണത്തിന്റെ ലെവലിൽ 3 സ്റ്റേജിലാണ്. നല്ലവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അതെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ ശേഷവും മരിക്കുന്ന സന്ദർഭത്തിലും അവൻ മുഖറബീങ്ങളിൽ പെട്ടവനാണോ? നന്മ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തവനാണോ? മരണം അവനൊരു പ്രശ്നമല്ല. മരണത്തിന്റെ ശേഷമുള്ള ജീവിതവും വിഷയമല്ല. ഫറൗഹും വറൈഹാനും വജന്നതു നഈം, മരണവും മരണാനന്തരവും ഫറൗഹും അവന് വിശ്രമമാണ്. ഇതുവരെ ദുനിയാവിൽ ക്ഷീണം സഹിച്ച് അമല് ചെയ്തു, ഒരുപാട് വേദന സഹിച്ച് നിസ്കരിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഇബാദത്ത് ചെയ്തു. സുബഹിക്കൊക്കെ നല്ല ഉറക്കം വന്നിട്ടും കണ്ണിന് നല്ലൊരു കുത്തു കൊടുത്തിട്ട് ഉറക്കൊക്കെ എവിടേക്കോ പ്രാർത്ഥിച്ചിട്ട് നിസ്കരിച്ചു, ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, മടിയൊന്നും കാണിച്ചില്ല. എന്നാൽ ഫറൗഹുൻ വറൈഹാനും വജന്നതു നഈം, ഫറൗഹുൻ അവന് സന്തോഷമാണ്. മരണം വരുന്നത് സായുജ്യമാണ്. മരണത്തിന്റെ ശേഷം ഇസ്തിറാഹത്താണ്. ഈ ദുനിയാവെന്നുള്ള പോക്ക് സന്തോഷത്തിന്റെ പോക്കാണ്. മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ ഈ ദുനിയാവുന്ന ആൾ പോകുന്ന പോക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള പോക്കാണ്, ഏറ്റവും വലിയ സന്തോഷമുള്ള അവസ്ഥയാണ്. ഒരു വിഷമവുമില്ല. ഫറൗഹുൻ വറൈഹാനും, അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുക്കുന്നത് സന്തോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥകളാണ്. വാസനകൾ മാത്രമല്ല, കൂടെ വരുന്നവർ മാത്രമല്ല, സംസാരിക്കാൻ കിട്ടുന്നവർ മാത്രമല്ല, എല്ലാ സന്തോഷവും നല്ല റിസ്ഖും വജന്നതു നഈം, അനുഗ്രഹങ്ങളെ കൊണ്ട് സമ്പന്നമായ സ്വർഗ്ഗവുമാണ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നത്. ഹൈ ലെവലിലുള്ള ആളുകൾ അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് വിജയം നൽകുമാറാകട്ടെ. മുഖറബീങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവർക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു വിഷമവുമില്ല. മരണം വരാന്ന് കേൾക്കുമ്പോഴേക്ക് അവർക്ക് സന്തോഷമാണ്. അവർ കലിമ ചൊല്ലാൻ എന്തൊരു തയ്യാറെടുപ്പിലാണ്, മരിക്കാൻ വേണ്ടി എന്തൊരു ഒരുക്കത്തിലാണ്. ബഹുമാനപ്പെട്ട ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയത്ത്, മരണം ഇങ്ങനെ ഹാജരായ സമയത്ത് ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞില്ലേ, മക്കളെ, ആലു ഇമ്രാൻ സൂറത്തിലെ 121 ആയത്ത് മുതൽ ഒന്ന് ഓതൂ. ബദരീങ്ങളെ പറ്റി പറയുന്ന ഭാഗമാണത്. വഇദ് തുബബ്ബിഉൽ മുഅ്മിനീന മഖായിദ ലിൽ ഖിതാൽ വല്ലാഹു സമീഉൻ
അലീം ഇദ് ഹമ്മത് ത്വായിഫതാനി മിൻകും അൻ തഫ്സലാ വല്ലാഹു വലിയുഹുമാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലാ ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ സഹായത്തിന്റെ ആ സുന്ദരമായ അവസ്ഥകൾ ഇങ്ങനെ കേട്ടിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്തൊരു സന്തോഷത്തിലാ വിടവാങ്ങുന്നത്. ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ സഹായം, മലക്കുകൾ വന്നിറങ്ങിയത്, ആ ആയത്തുകൾ ഓതാൻ പറയുന്നു. ഒരു ശിഷ്യനെ ഓതി കൊടുക്കാൻ, അപ്പോഴേക്കും മറ്റൊരു ഭാഗത്തുനിന്ന് മറ്റൊരു ശിഷ്യൻ ഓതി യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇതൊക്കെ കേട്ടിട്ട് നല്ല സായുജ്യത്തിലുള്ള ഒരു വിടവാങ്ങല അവർക്ക് അല്ലാഹു നൽകിയത്. കാരണം അവർ മുഖറബീങ്ങളിൽപ്പെട്ട മഹാന്മാരല്ലേ. വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. അതേ മരിക്കുന്ന സമയത്തും മരണത്തിന് ശേഷവും അവർക്ക് സന്തോഷമാണ്. അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം നൽകുന്നു. പിരിഞ്ഞു പോയാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ പിറ്റേന്ന് നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഹാരിസയുടെ മാതാവ് നബി തങ്ങളെ വിളിച്ചു, അല്ല മാതാവേ, എന്തൊക്കെയുണ്ട് വിശേഷം? നബിയെ, എന്റെ പൊന്നോമന മകൻ ഹാരിസ ഇന്നലെ ഷഹീദായല്ലോ, മകന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി വന്നതാ. എന്റെ മകൻ സന്തോഷത്തിലാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, മകൻ പോയതിൽ എനിക്കൊരു പരാതിയില്ല, എന്റെ മനസ്സിലൊരു ദുഃഖവുമില്ല. എന്റെ മകൻ വിഷമത്തിലാണെങ്കിൽ എനിക്ക് ദ്വാർക്കണമല്ലോ, എനിക്ക് വിഷമുണ്ടാകുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വിഷമിക്കണ്ട, സ്വർഗം പല തട്ടുകളാണ്, പല ഉദ്യാനങ്ങളാണ്. നിങ്ങളെ മകൻ സ്വർഗത്തിലെ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം പ്രാപിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മനസ്സിൽ വന്നൊരു സന്തോഷം, മകൻ ഷഹീദായതിലുള്ള വിഷമങ്ങളൊക്കെ നീങ്ങി, മകൻ ഫിർദൗസിലെത്തിയിട്ടുണ്ട് എന്നാരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ. അതേ തൽക്കാലം എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിലായിട്ട് നിനക്കതാ സലാം ലഭിക്കുന്നു. മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാരിൽ വിശദീകരിച്ചത് കാണാം. അതേ മരണം ആസന്നമായ ആള് വലങ്കയിൽ കിതാബ് കിട്ടുന്ന ആളാണെങ്കിൽ മലക്കുകൾ ആ സന്തോഷം ഉടനെ മരിക്കുന്ന നേരത്ത് വന്ന് പറയും, ലാ ബഅസ അലൈക്. മലക്കുകൾ വന്ന് പറയും, പ്രശ്നാക്കണ്ട, അൻത മിൻ അസ്ഹാബിൽ യമീൻ. അതേ നീ അസ്ഹാബുൽ യമീനിൽപ്പെട്ട ആളാണ്, നിനക്ക് അല്ലാഹു രക്ഷ നൽകുന്നുണ്ട്. എത്രയോ മഹാന്മാര് മലക്കുകളെ സലാം കിട്ടിയിട്ടുണ്ട്, സലാം വാങ്ങിയിട്ടുണ്ട്, സലാം മടക്കിയിട്ടുണ്ട്. ഈ മാസം നമ്മൾ അനുസ്മരിക്കുന്ന മഹാനല്ലേ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവർകളുടെ അവസാന നേരത്ത് മക്കൾ വന്ന് ചുറ്റും നിൽക്കുകയല്ലേ. കലിമ ചൊല്ലുന്നതിന്റെ മുമ്പ് മക്കളൊക്കെ വസിയത്ത് ചോദിച്ചു വാങ്ങി, ഓരോ മക്കൾക്കും വസിയത്ത് നൽകി. ആ വസിയത്തുകളൊക്കെ നല്ല രൂപത്തിൽ മുറുകെ പിടിക്കാൻ പറഞ്ഞു. അവസാനം മഹാനവർകൾ ഇങ്ങനെ കിടന്നിട്ട് അതാ കൈ ഉയർത്തിയിട്ട് പറയുന്നു, വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം. ആരോടാ സലാം മടക്കുന്നത്? ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. മലക്കുകൾ വന്ന് സലാം പറയും, മലക്കുകൾ വന്നിട്ട് സംരക്ഷണം കൊടുക്കും, മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കും. വിഷമിക്കണ്ട, ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ.
അതേ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവനാണോ, വഴിതെറ്റിയവനാണോ, എന്നാൽ അവന്റെ മരണശേഷമുള്ള ജീവിതം വല്ലാത്ത സങ്കടത്തിലാണ്. എന്താണ് അല്ലാഹു തആല അവർക്ക് നൽകുന്നത്? മരിച്ചു കഴിഞ്ഞാലും അവന് സലാമത്തില്ലല്ലോ. പുനർജീവിതത്തിൽ വിശ്വാസമില്ലാത്ത അസ്ഹാബു ഷമീൽ ഷിമാലില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹതഭാഗ്യർ, അവരെ പറ്റിയാണല്ലോ സൂറത്തുൽ വാഖിയയിൽ അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ എന്ന് വിളിച്ചത്. ആ കൂട്ടത്തിൽ പെട്ട ആളാണെങ്കിൽ ഫനുസുലും മിൻ ഹമീം, അവന് ചൂടുള്ള ജലമാണ് അവന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വിരുന്ന് കൊടുക്കാൻ മുൾവൃക്ഷം കഴിച്ച ശേഷം കൊടുക്കുന്ന വെള്ളം, പിന്നെ അവന് കിട്ടുന്നത് നരകപ്രവേശനവുമാണ്. ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ. ഇത്രയും പറഞ്ഞത് ഈ സൂറത്തിലൂടെ അല്ലാഹു വിശദീകരിച്ചത് നല്ല ഉറപ്പുള്ള വർത്തമാനമാണ്. അത് നീങ്ങിപ്പോകൂല, ഒരു നിലക്കും അതിന്റെ കെട്ടഴിയൂല. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. അതുകൊണ്ട് ഇത്രയും വിശദീകരിച്ചു തന്ന മഹാനായ അല്ലാഹു, മഹത്വമുള്ള അല്ലാഹു, ഉന്നതനായ നിന്റെ റബ്ബിനെ നീ വാഴ്ത്തണം. അപ്പോഴും പറയണം സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. സൂറത്തുൽ വാഖിയയുടെ അവസാന ഭാഗത്ത് മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ ലെവൽ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തിരുമാറാകട്ടെ. എപ്പോഴും മരിച്ച ആളുകളെ പറ്റി ഓർക്കണമെന്നും അവരെ പറ്റി പറയണമെന്നും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ മരിച്ച ആൾക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്കാരത്തെ ഹാജറായിട്ട് അവർക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കണം. ഫൈന്നഹും യറൗന മാ ലാ തറൗൻ. നിങ്ങൾ കാണാത്ത പലതും അവർ കാണുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കാത്ത പലതും അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കലിമ ചൊല്ലാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാൽ, ഈമാൻ അല്ലാഹു തആല അവർക്ക് നൽകിയ ഈമാൻ അനുഗ്രഹമായിട്ട് ആ ഈമാൻ ഒന്ന് പ്രഖ്യാപിക്കാനുള്ള സന്തോഷം അവർക്ക് കിട്ടിയാൽ അത് ചെറിയൊരു ഭാഗ്യമല്ല, മഹാഭാഗ്യമാണ്. അതിന് നിങ്ങൾ അവരുടെ അടുത്ത് ഹാജരാവുകയും അവർക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കുകയും വേണമെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത് കാണാം. സൂറത്തുൽ വാഖിയയുടെ ചെറിയൊരു എത്തിനോട്ടമാണ് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ നടത്തിയത്. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ച് കൂടിയത് നാളെ നമ്മുടെ സമാപന സദസ്സാണ്. ദിക്റും അതുപോലെ തന്നെ മറ്റു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന് ദുആ മജ്‌ലിസൊക്കെ നടക്കുന്ന വിശാലമായ സദസ്സാണ് നാളെ. അല്ലാഹു ഖബൂലാക്കി പെരുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സിൽ ധാരാളം ആളുകൾ ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ ലക്ഷ്യങ്ങൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ.